ഒരു യുദ്ധവും പൊരുതാതെ ജയിച്ച ചരിത്രമില്ല. പ്രഹരമേറ്റു വീണേക്കാം, എന്നാലും തളരാൻ മനസ്സില്ലെന്ന് അങ്ങ് ഉറപ്പിച്ചേക്കണം. പടപുരുതേണ്ടത് കോവിഡിനോ കേസേ എല്ലാവരും സുരക്ഷിതരാണെന്ന പ്രതീക്ഷയോടെ തുടങ്ങട്ടെ. Now, let me welcome Pradeep Sir, Assistant Professor, Devaki Amma Memorial Teacher Education College and Coordinator of IQAC for delivering the welcome speech. Okay. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് കോവിഡ്. അത് ഒരു സാധാരണ വ്യക്തിയായാലും ശാസ്ത്രലോകത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു സയന്റിസ്റ്റ് ആയാലും ഇന്ന് ഏറ്റവും കൂടുതൽ അവർ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കായി കോവിഡ് ലോകം മൊത്തം മാറിക്കഴിഞ്ഞു. നമുക്കറിയാം, കോവിഡ് എന്നൊരു പകർച്ചവ്യാധി ഇന്ന് നമ്മുടെ നിത്യജീവിതത്തെയും അതുപോലെ പൊതുസമൂഹത്തെയും അത്രമേൽ ബാധിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ ശാസ്ത്ര ലോകത്തിന് തന്നെ പല കാര്യങ്ങളിലും വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇന്ന് നാം ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ മതി, അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് നമ്മൾ എത്തിച്ചെന്നപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും പകർച്ചവ്യാധികളെക്കുറിച്ചും നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ചും അതുപോലെ ശരിയായ ഭക്ഷണശീലത്തെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ശരിയായ ധാരണ നമ്മളെല്ലാവരും രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഒരുപാട് കാലങ്ങളായി നമ്മൾ തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന സിമ്പിളായി നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഈ സമൂഹത്തെ ഒന്നാകെ മാറ്റിയത്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് അറിവുകൾ പല മീഡിയകളിലൂടെയും ദിവസവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിയായതും തെറ്റായതും ശാസ്ത്രീയത ഇല്ലാത്തതുമായ ഒരുപാട് വിവരങ്ങളാണ് ദിനം പ്രതി നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്തരത്തിലൊരു സാഹചര്യത്തില് നമ്മൾ ചെവി കൊടുക്കേണ്ടത് ശാസ്ത്രീയമായ അറിവുകൾക്കാണ്. ഈ അറിവുകൾക്ക് മാത്രമേ നമ്മളെ ഈ ഒരു മഹാമാരിയിൽ നിന്ന് നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ദേവകി അമ്മ മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിലെ IQAC രുചിയും ആരോഗ്യവും എന്ന പേരിൽ ഒരു വെബിനാർ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. രോഗപ്രതിരോധ ശേഷിയും ആരോഗ്യവും നിലനിർത്താൻ കഴിയുന്ന നല്ലൊരു ഭക്ഷണക്രമം രൂപപ്പെടുത്താൻ ഈ വെബിനാർ നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കും. ഈ വെബിനാറിൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് ആസ്റ്റർ മിംസിൽ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഷെറിൻ തോമസ് ആണ്. 2009 മുതൽ ആസ്റ്റർ മിംസിൽ ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റായി മാഡം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് 1995 മുതൽ 2009 വരെ മുംബൈയിലെ നാനാവതി ഹോസ്പിറ്റലിലാണ് മാഡം സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരുന്നത്. നിരവധി വർഷങ്ങളിലൂടെ പ്രവൃത്തി പരിചയത്തിലൂടെ ഡോക്ടർ നേടിയ അറിവുകൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനായി ഇത്തരത്തിലുള്ള നിരവധി പ്രോഗ്രാമുകൾ ഈ വെബിനാറിൽ ഈ വിഷയം അവതരിപ്പിക്കാനായി ലഭിച്ചിരിക്കുന്നത്. ഈ വെബിനാറിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ ഷെറിൻ തോമസ് അവർകളെ വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ദേവകി അമ്മ മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മാനേജറായ ഞങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെ ഉണ്ണിയേട്ടൻ എന്ന് വിളിക്കുന്ന ശ്രീ M നാരായണൻ അവർകളാണ്. ഉണ്ണിയേട്ടനെയും വളരെ ആദരപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ഞങ്ങളുടെ കോളേജ് പ്രിൻസിപ്പളായ ഡോക്ടർ KP അനിൽകുമാർ സാറാണ്. സാറെ വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടി ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വെബിനാറിൽ നന്ദി അർപ്പിച്ച് സംസാരിക്കുന്ന ശ്രീ വൈശാഖ്, അതുപോലെ എൻ്റെ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികൾ, അതുപോലെ ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കോളേജ് പ്രിൻസിപ്പളായ ഡോക്ടർ KP അനിൽകുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദേവകി അമ്മ മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജ് സംഘടിപ്പിക്കുന്ന ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ മാനേജിംഗ് ട്രസ്റ്റി ശ്രീ
എൻ നാരായണൻ അവർകൾ ഇന്നത്തെ നമ്മുടെ ഈ വെബിനാറിൽ രുചിയും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് കൈകാര്യം ചെയ്യുന്ന ശ്രീമതി ഷെറിൻ തോമസ്, നമുക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിച്ച IQAC കോർഡിനേറ്റർ പ്രിയപ്പെട്ട അധ്യാപകൻ ശ്രീ പ്രതീഷ് പള്ളത്ത്, ഈ ചടങ്ങിൽ ഔദ്യോഗികമായ നന്ദി രേഖപ്പെടുത്തുന്ന സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ ശ്രീ വൈശാഖ്, BEd, DLEd എന്നീ വിഭാഗങ്ങളിലെ പ്രിയപ്പെട്ട അധ്യാപകരെ, മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും നമ്മോടൊപ്പം ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മാനേജിംഗ് ട്രസ്റ്റി ശ്രീ എൻ നാരായണൻ പ്രസിഡന്റായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലയൺസ് ക്ലബ്ബ് ക്ലാസ് സംഘടിപ്പിക്കുകയുണ്ടായി. ഭക്ഷണശീലങ്ങളെ കുറിച്ച് അതിൽ സംസാരിച്ചത് ലോകപ്രശസ്തനായ ഷെഫ് ശ്രീ സുരേഷ് പിള്ള അവർകളായിരുന്നു. അദ്ദേഹം ലണ്ടനിൽ എവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം കോഴിക്കോട് വന്നപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു മീറ്റിംഗിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. ആ മീറ്റിംഗിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ആ മീറ്റിംഗിൽ പങ്കെടുത്ത പലരും പറയുണ്ടായി, സാർ, നമ്മൾക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പറ്റുന്ന രീതിയിൽ ഒരു ഭക്ഷണശീലങ്ങളെ കുറിച്ച്, ഭക്ഷണക്രമത്തെ കുറിച്ച് നമ്മള് ഈ ക്ലാസ് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നു. നമുക്കെല്ലാം അറിയാം, കോവിഡ് എന്ന ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ രീതി ഭക്ഷണ ക്രമീകരണം തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ ഭക്ഷണത്തെ ക്രമീകരിച്ചുകൊണ്ട് നമുക്കറിയാം, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഓരോ രാജ്യത്തിനും അവരുടെ കാലാവസ്ഥയ്ക്കും അവരുടെ ഋതുക്കൾക്കനുസരിച്ച് പോലും ഭക്ഷണത്തിന് വ്യത്യാസം വരുന്നുണ്ട്. അവരുടെ രുചിഭേദങ്ങൾക്കനുസരിച്ച് ഭക്ഷണമുണ്ട്. പക്ഷെ എല്ലാ സ്ഥലത്തും ആ ഒരു ജനവിഭാഗത്തിന്റെ ആരോഗ്യത്തിനനുസൃതമായ ഭക്ഷണശീലങ്ങൾ ഉണ്ട് എന്നതാണ് സത്യം. നമ്മുടെ നാട്ടിലുമുണ്ട് അങ്ങനെയുള്ള ഭക്ഷണശീലങ്ങളും ഭക്ഷണക്രമങ്ങളും ഒക്കെ ഉണ്ട്. പലപ്പോഴും നമുക്കത് പാലിക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മളെ സ്റ്റൊമക്ക് ഫ്രണ്ട്ലി ഭക്ഷണങ്ങളിൽ നിന്നും വിട്ടിട്ട് നമ്മൾ ടങ് ഫ്രണ്ട്ലി ഭക്ഷണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. നമുക്കിന്ന് നമ്മുടെ നമ്മുടെ ലോക്കൽ ഫുഡാണ് ഹെൽത്തി ഫുഡ് എന്നൊരു കാര്യം ഇന്ന് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ എവിടെ ലോകത്തിൽ എവിടെ കിട്ടുന്ന ഭക്ഷണം ഒരു പക്ഷെ കോഴിക്കോട് കിട്ടുന്നതാണ്. അതിനോടൊപ്പം അറേബ്യൻ നാടുകളിലെ മുഴുവൻ ഭക്ഷണങ്ങൾക്ക് ഇന്ന് പ്രാധാന്യം കൂടി വരുമ്പോൾ നമുക്ക് ആരോഗ്യത്തെ ബാധിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചില്ലെങ്കിൽ മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമെന്ന് കേട്ടിട്ടുണ്ട്. ആഹാരോ മഹാഭേഷജ്യമുച്ചതേ എന്നാണ്. ആഹാരം തന്നെയാണ് ഏറ്റവും നല്ല മരുന്ന് എന്നും ഒരു ചൊല്ലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം ചൊല്ലുകൾ, ഭക്ഷണവും മനുഷ്യനുമായിട്ട് ഏറ്റവും അടുത്തുള്ളത് അതിന്റെ ആഹാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ട്, പല ആരോഗ്യ പ്രവർത്തകരും പല രീതിയിൽ ഇത് പറയുന്നു. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ചൊല്ലുകൾക്ക് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. പക്ഷെ നേരെ തിരിച്ച് നിങ്ങൾക്ക് വിശക്കുന്നത് അപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞു. ലോകത്തിൽ ഒരേ ഒരു ജീവിയേ ഉള്ളൂ പോലും കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നത്, അത് മനുഷ്യനാണെന്ന് പറയുന്നത്.
ബാക്കി എല്ലാ ജീവികളും അവർക്ക് എപ്പോഴാണോ വിശക്കുന്നത് അപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ പോലും നമുക്കിപ്പോഴും ഒരു സമന്വയത്തിലെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ വെള്ളം കുടിക്കുന്ന രീതി, നമ്മൾ എല്ലാവരും വെള്ളം കുടിക്കുന്നവരാണ്. ഒപ്പം ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് ഒരു ഒരു പിന്നെ 10 ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് പറയുന്നു. എന്നാൽ അതിനടുത്ത ദിവസങ്ങളിൽ തന്നെ വീണ്ടും പുതിയ കണ്ടുപിടുത്തമായി പറയുന്നു ശരീരത്തിന് ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ഭക്ഷണം കഴിച്ചാൽ. ഇങ്ങനെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ പോലും അനേകം നിർദ്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നു. അതേപോലെ സസ്യാഹാരമാണോ നല്ലത്, അതോ മാംസാഹാരമാണോ, അല്ലെങ്കിൽ മിശ്ര രീതിയാണോ നല്ലത്? അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. പഴങ്ങൾ കഴിക്കുന്നത്, നമ്മളെല്ലാവരും പഴങ്ങൾ കഴിക്കുന്നത് സാധാരണയായിട്ട് നമ്മൾ ഭക്ഷണത്തിന് ശേഷമാണ് പഴങ്ങൾ കഴിക്കുന്നത്. ഇപ്പൊ പറഞ്ഞു വരുന്ന ഭക്ഷണത്തിന് മുൻപാണ് പോലും പഴങ്ങൾ കഴിക്കുന്നത്. നമുക്ക് സദ്യയൊക്കെ പോയാൽ നമുക്കറിയാം ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു പഴം കഴിക്കുന്നതാണ് നമ്മുടെ ശീലം. എന്നാൽ ഇപ്പൊ പറയുന്നു ഭക്ഷണത്തിന് മുമ്പ് നിങ്ങൾ ആവുന്നത്ര പഴങ്ങൾ കഴിക്കും. അതേപോലെ തന്നെ വിരുദ്ധാഹാരങ്ങളെ പറ്റി ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം പിന്നെ മത്സ്യവും മാംസവും അതിനോടൊന്നിച്ച് മോര്, പാല്, തൈര് ഇവയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പലതരം മാംസങ്ങൾ ഒന്നിച്ച് കഴിക്കാൻ പാടില്ല എന്ന് പോലും പറയും. നമ്മളാണെങ്കിൽ ചിക്കനും മട്ടനും ബീഫും ഒക്കെ പലരും ഒന്നിച്ച് കഴിക്കാറുണ്ട്. അങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പുളിയുള്ള ഭക്ഷണങ്ങളുടെ കൂടെ നമ്മൾ കഴിക്കുന്ന പാലും ഉൽപ്പന്നങ്ങളും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ വാഴപ്പഴത്തോടൊപ്പം പാല്, തൈര് ഇവയൊന്നും കഴിക്കാൻ പാടില്ല എന്ന്. ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടായി വരുമ്പോ എന്താണ് അതിന്റെ ശരിയായ രീതി എന്ന് നമുക്ക് അറിയുന്നില്ല. അപ്പോ ഉറങ്ങുന്നതിന് എത്ര സമയത്തിന് മുമ്പ് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് എത്ര സമയത്തിന് ശേഷമാണ് നമ്മൾ ഉറങ്ങാൻ ഏകാദശി തുടങ്ങിയ പിന്നെ 15 ദിവസത്തിൽ ഒരു ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കൊന്നും മനുഷ്യനുണ്ടായ കാലം മുതൽക്ക്, അല്ലെങ്കിൽ ഭക്ഷണം ഇങ്ങനെ കഴിച്ചു തുടങ്ങിയ കാലം മുതൽ തന്നെ ഇത്തരങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ഇപ്പൊ ഈ കോവിഡിന്റെ കാലത്ത് നമുക്ക് ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരികയാണ്. കാരണം നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വൈറ്റമിൻസിനെ പറ്റി, പിന്നെ മിനറൽസിനെ പറ്റി, മാംസ്യത്തെ പറ്റി, കൊഴുപ്പുകളെ പറ്റി ഒക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് മിസ്സസ് ഷെറിൻ തോമസ് ഇവിടെ എത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു മാഡത്തിനോട് പറയാനുള്ളത്, നമ്മൾക്ക് വീട്ടിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണ ക്രമത്തെ കുറിച്ച് മാഡം സംസാരിക്കണം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഞങ്ങൾ ഏകദേശം 300ഓളം വിദ്യാർത്ഥികളും അത്രയും അധ്യാപകരും ഇതിൽ പങ്കെടുക്കും. അവരുടെ അധ്യാപകരും പങ്കെടുക്കുന്നുണ്ട്. അവരുടെ കുടുംബങ്ങളിലേക്കൊക്കെ ഈ സന്ദേശം എത്തിച്ചേരുന്നു. അതുകൊണ്ട് നല്ല ഒരു ഭക്ഷണ ക്രമം എങ്ങനെയായിരിക്കണം, അത് നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോ പറഞ്ഞ നമ്മുടെ ഈ കോഴിക്കോടും പരിസരവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ ഈ കേരളത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലുള്ള രീതി അത്ര പോലും ഭക്ഷണത്തിന് വ്യത്യാസം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ, അപ്പൊ ഈ രീതികളെ കുറിച്ചൊക്കെ മേഡം നമ്മളോട് വിശദമായി സംസാരിക്കും. അതിന് പറ്റുന്ന ആളെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഒരു പ്രത്യേക നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. അത്തരം ഈ ഒരു ക്ലാസ്സിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ ഭക്ഷണക്രമത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തി നമ്മുടെയും കുടുംബത്തിന്റെയും ഒക്കെ ആരോഗ്യം സംരക്ഷിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഡോക്ടർ അനിൽ, പ്രിൻസിപ്പാൾ ദേവകിയമ്മ മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജ് ചേലേമ്പ്ര, നമുക്കൊക്കെ സ്വാഗതം പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രതീഷ്, അതുപോലെ ഇന്നത്തെ മുഖ്യ അതിഥി നമ്മളോടൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള
മിസ്സിസ് ഷെറിൻ തോമസ്, മറ്റ് വിദ്യാർത്ഥികളെ, അധ്യാപകരെ, അനധ്യാപകരെ, മറ്റു സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വെബിനാറാണ് ഇപ്പോ നമുക്ക് ഇവിടെ നമ്മുടെ കോളേജ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. വളരെ വിശദമായ രീതിയിൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് കൃത്യമായിട്ട് നമ്മുടെ സംശയങ്ങൾ എന്താണെന്നൊക്കെ നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ പ്രിൻസിപ്പാള് വളരെ നല്ല രീതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് എന്തോ എന്ന് നോക്കാതെ നമ്മുടെ നാവിന്റെ രുചിക്കനുസരിച്ചിട്ട് ഭക്ഷണം തിരഞ്ഞെടുക്കുന്ന ഒരു ശീലം പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ വല്ലാതെ കൂടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ സ്വന്തം ഭക്ഷണത്തെ ഒരു തരത്തിൽ പോലും പരിഗണിക്കാതെ അന്യ നാട്ടിലെ ഭക്ഷണത്തിലെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറും നമ്മുടെ ഇടയിൽ വല്ലാതെ ഡെവലപ്പ് ചെയ്തു വന്നു. പലപ്പോഴും പറയാറുണ്ട്, അതത് നാട്ടിലെ ഭക്ഷണത്തിനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. ഭൂമി സൃഷ്ടിച്ച സമയത്ത് ഓരോ നാട്ടിലെ കാലാവസ്ഥയ്ക്കും അവിടുത്തെ ഭൂപ്രകൃതിക്കും ഒക്കെ അനുസൃതമായ രീതിയിലുള്ള എന്താ പറയുക ഒരു ഭക്ഷണക്രമവും അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളുമാണ് ഈശ്വരൻ ആ നാട്ടില് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പൊതുവിൽ പറയാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ, ഒരു കടമെടുക്കുകയാണെങ്കിൽ, മഹാത്മാഗാന്ധി കേരളം സന്ദർശിക്കാൻ വന്ന സമയത്ത് നമ്മുടെ ഗുരുദേവനെ, ശ്രീനാരായണ ഗുരുവിനെ ആയിട്ടുള്ള സംഭാഷണ സമയത്തിൽ കേരളം പട്ടിണിയിലാണെന്നും ഇവിടെ ഭക്ഷണത്തിന് വലിയ ക്ഷാമമുണ്ട് എന്ന് ഗുരുദേവൻ പറഞ്ഞപ്പോൾ തൊട്ടടുത്ത പ്ലാവിലേക്ക് ചൂണ്ടിക്കാട്ടി ഇത്രയും ചക്ക ഇവിടെ ഉണ്ടാകുമ്പോഴാണോ നിങ്ങളൊക്കെ പട്ടിണി കിടക്കുന്നതെന്ന് മഹാത്മാഗാന്ധി ചോദിച്ചു എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഇന്ന് ഈ കോവിഡ് കാലത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കോവിഡ് കാലം തുടങ്ങിയ കഴിഞ്ഞ 2020 മാർച്ചിൽ മുതലാണ് ചക്കയുടെ പ്രാധാന്യം നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയത്. ഈ ഒരു ടോപ്പിക്കിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മുടെ പ്രിൻസിപ്പള് സംസാരിച്ചതുപോലെ ലയൺസ് ക്ലബ് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഹെൽത്ത് ഈസ് വെൽത്ത് എന്നുള്ള ടോപ്പിക്കിൽ, അല്ലെങ്കിൽ ഫുഡ് ഈസ് വെൽത്ത് എന്നുള്ള ടോപ്പിക്കിന്റെ മുകളിൽ ഷെഫ് സുരേഷ് പിള്ള അന്ന് സംസാരിച്ചത്. അതത് നാട്ടിൽ 2.5 കിലോമീറ്ററിന്റെ ഉള്ളിൽ കിട്ടുന്ന ഭക്ഷണം എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് പഴക്കം തീരെ ഇല്ലാത്ത, പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഭക്ഷണ സാധനങ്ങളായിരിക്കണം നമ്മൾ കൂടുതൽ ഉപയോഗിക്കേണ്ടതെന്ന്. നമ്മുടെ രാമനാട്ടുകര അല്ലെങ്കിൽ ഇടിമുഴിക്കൽ വന്ന് അവസാനിക്കുന്ന നമ്മുടെ ഹൈവേയില് രാമനാട്ടുകര മുതൽ നമ്മളൊന്ന് കോഴിക്കോട്ടേക്ക് ഒന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ 100 കണക്കിന് ഹോട്ടലുകളാണ് വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതേ സമയത്ത് തന്നെ നമുക്ക് കാണാം ഈ ഒരേ റോഡിൽ തന്നെ ഇഷ്ടംപോലെ പുതിയ പുതിയ ആശുപത്രികളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിന് ചേരാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അറേബ്യൻ നാട്ടിലെ ഭക്ഷണം എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും അവിടുത്തെ രുചിയും അവിടുത്തെ കുക്കിങ്ങിന്റെ രീതിയും കൂടെ നമ്മുടെ ടേസ്റ്റിനും കൂടി യോജിക്കുന്ന രീതിയിൽ നമ്മുടെ മസാലയും കൂടി ചേർത്തുണ്ടാക്കുമ്പോൾ അത് വിഷമായി മാറുന്നുണ്ട്. ഇത്തരത്തിലുള്ള കുറെ സംശയങ്ങൾ നമ്മുടെ മുമ്പിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ സംശയങ്ങൾക്കും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ ഈ ഒരു വെബിനാർ കാരണമാവട്ടെ. നമ്മുടെ വിദ്യാർത്ഥികളിലൂടെ ഇത് കൂടുതൽ ജനങ്ങളിൽ അവരുടെ രക്ഷിതാക്കളിലൂടെ, അവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളിലൂടെയൊക്കെ ഈ ഒരു സന്ദേശം ലോകത്ത് മുഴുവൻ പരത്തി നല്ല ഭക്ഷണശീലം ഉണ്ടാക്കി ഏറ്റവും കുറച്ച് അസുഖങ്ങളുള്ള ഒരു നാടായി കേരളത്തിനെ മാറ്റിയെടുക്കാൻ നമ്മുടെ ഈ ഒരു വെബിനാർ കാരണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കൂടുതൽ ആശുപത്രികളല്ല ആവശ്യം. ആശുപത്രികളെ ഇല്ലാത്ത ഒരു നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നല്ല ഭക്ഷണശീലവും നല്ല ജീവിത ശൈലിയും നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള മനസ്സും ശരീരവും നമുക്കൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ
എന്നും ഏറ്റവും സന്തോഷത്തോടു കൂടി ജനിച്ചത് മുതൽ മരണം വരെ ഏറ്റവും സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഏറ്റവും അർത്ഥവത്തായ ഒരു പരിപാടിയായി ഇത് മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഈ ഒരു പ്രോഗ്രാം ഔപചാരികരുടെ പേരിൽ മാത്രം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഈ ഒരു പരിപാടി ഇത്രയും ഗംഭീരമാക്കി നടത്താൻ തീരുമാനിച്ച, അതുപോലെ നടത്തി ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ള പ്രിൻസിപ്പാൾക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഞങ്ങളോടൊപ്പം ഇന്നിവിടെ ചേരാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ള മിസ്റ്റർ ഷെറിൻ തോമസ് അവர்களுക്കും ഒക്കെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട ഉണ്ണി സർ, അനിൽ സർ, പ്രതീഷ് സർ, മറ്റ് എല്ലാ പ്രൊഫസേഴ്സ്, സ്റ്റുഡൻസ്, എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. വളരെ ഒരു ഞാൻ ഈ കഴിഞ്ഞ ഇടകളിലൊക്കെ അഡ്രസ് ചെയ്തതിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ് ഇന്ന് എനിക്കുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു വളരെ പോസിറ്റീവായിട്ടും ഞാൻ ഇതിനെ കാണുന്നു. ബിക്കോസ് ഇത് ഇവിടുത്തെ എല്ലാവരും ഒരു കുറെ കുട്ടികളെ അടുത്ത ഒരു തലമുറയെ നയിക്കാനുള്ളവരാണല്ലോ. അവരത് പോസിറ്റീവായിട്ട് ഇതിനകത്തെ ഒരു 10% ആൾക്കാരെങ്കിലും അടുത്ത ജനറേഷൻ അത് വളരെ ഒരു ഹെൽപ്പ് ചെയ്യും ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഇവിടെ ഞാൻ അനിൽ സാർ എന്നോട് പറഞ്ഞത് നമ്മൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ്. ഞാൻ എപ്പോഴും തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ജീവിതശൈലിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യം. എന്തുകൊണ്ട് ഇത് നമ്മൾ ഫോളോ ചെയ്യണം? ഇപ്പം ആക്ച്വലി കോവിഡിന്റെ സമയമായതുകൊണ്ട് നമ്മൾ വളരെയായിട്ട് ബോധേർഡ് ആണ്. ഇപ്പൊ എല്ലാവരും എന്റെ ഡയറ്റ് ശരിയാണോ? എനിക്കിപ്പോ ഇഷ്ടംപോലെ വീഡിയോ കൺസൾട്ടേഷൻ ഉണ്ട്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. കഴിഞ്ഞ വേവിന് ഇത്രയും ആൾക്കാർ ബോധേർഡ് അല്ലായിരുന്നു. ഈ വേവ് ആയപ്പോഴത്തേക്ക് പണ്ടോർത്തു കോമോബിഡിറ്റീസ് ഉള്ളവർക്ക് മാത്രമേ പ്രശ്നങ്ങൾ വരത്തുള്ളൂ, ചെറുപ്പക്കാർക്ക് ഒരു പ്രശ്നവും ഇല്ല, ബാക്കി യങ്സ്റ്റേഴ്സ് ഒക്കെ ഇത് വന്നാലും ജസ്റ്റ് വന്ന് പോകും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ സെക്കൻഡ് വേവ് ആയപ്പോഴത്തേക്ക് നാം കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോമോബിഡിറ്റീസ് ഉള്ളവര് ഡെത്ത് റേറ്റ് കൂടുതലാണെങ്കിലും യങ്സ്റ്റേഴ്സിനെ ഇത് വളരെ അധികമായിട്ട് ബാധിക്കുന്നു. വേറെ ഒരു ആരോഗ്യ പ്രശ്നം ഇല്ലാത്തവരും വളരെയധികം ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് കടക്കുകയും അതുപോലെ ഇപ്പം മരണം സംഭവിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് സംഭവിക്കുന്നത്? നമുക്ക് അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ടാണോ അവർക്ക് സംഭവിക്കുന്നത്? ഇതൊന്നും വ്യക്തമായിട്ട് പറയാൻ തക്കവണ്ണമുള്ള ഒരു ക്ലിനിക്കൽ സ്റ്റഡീസ് ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. എങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ ഒരു സൈക്കോസൈൻ സ്റ്റോം നടക്കുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂൺ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഏത് രീതിയിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സ്ട്രോങ് ആക്കാം? ഇമ്മ്യൂൺ സിസ്റ്റത്തെ സ്ട്രോങ് ആക്കാന് ഒരു ദിവസം കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്കറിയാം നമ്മുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗമാക്കണം, നമ്മളുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗം തന്നെ ആക്കണം. അല്ലാതെ കോവിഡിന്റെ സമയത്തോ അല്ലെങ്കിൽ ഈ സമയത്ത് കൂടുതൽ നമ്മൾ ഒത്തിരി ഇങ്ങനത്തെ ഔഷധ കഞ്ഞികൾ കുടിക്കുക, കാട ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ പല രീതിയിലുള്ള മഞ്ഞളും പിന്നെ അതുപോലെ തന്നെ കുരുമുളക് ഇതെല്ലാം കൂടെ വെച്ചുള്ള ഇത് എല്ലാ ദിവസവും കഴിക്കുക, ഇതുകൊണ്ട് മാത്രം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആകത്തില്ല. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇമ്മ്യൂൺ ഫങ്ഷൻ അല്ലെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ആക്കാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബാലൻസ് ഡയറ്റ് ആണ് ഏറ്റവും അടിസ്ഥാനം. അതൊക്കെ മാറി ഇപ്പം ബാലൻസ് ഡയറ്റ് ഒന്നും അല്ല. ആൾക്കാർക്ക് എപ്പോഴും വേണ്ടിയത് രാവിലെ നാരങ്ങ കഴിച്ചു, നാരങ്ങയുടെ കൂടെ പിന്നെ തുളസി ഇട്ട് തിളപ്പിക്കുന്നു, പിന്നെ പല രീതിയിലുള്ള പിന്നെ സ്പൈസസ് ഒക്കെ ചേർത്തുള്ള വെള്ളം കുടിക്കുന്നു. ഇതൊക്കെ കഴിച്ചാൽ കോവിഡ് വരികയില്ല, അല്ലെ വന്നാൽ തന്നെ പെട്ടെന്ന് പോകും, കുറയും എന്നുള്ള ഒരു ചിന്തയാണ്. പക്ഷെ ഇതിനൊക്കെ അടിസ്ഥാനം ഞാൻ എപ്പോഴും പിന്നെ കുട്ടികളോട് പറയാറുണ്ട്, ഈ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, ബിൽഡിംഗ് പണിയുമ്പോൾ ശരിയായിട്ടുള്ള അനുപാതത്തിൽ സിമെന്റും വെള്ളവും അതുപോലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ പണിതിട്ടില്ലാത്ത ഒരു ബിൽഡിംഗ് എപ്പോഴും കൊളാപ്സ് ചെയ്യും എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ
കൊണ്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിനകത്ത് നമ്മുടെ ആഹാരം തന്നെയല്ല കാരണം, പല കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ആഹാരം കഴിക്കുന്ന സമയം, എഴുന്നേൽക്കുന്ന സമയം, ഉറങ്ങുന്ന സമയം, നമ്മുടെ മാനസികാവസ്ഥ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയും നമ്മുടെ ആരോഗ്യവും. നമുക്കറിയാം, കോവിഡ് വിടട്ടെ, കേരളം എന്ന് പറഞ്ഞാൽ ഡയബറ്റിക്കിന്റെ ക്യാപിറ്റലാണ്. ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻസ് ഉള്ളത് കേരളത്തിലാണ്. ഇന്ത്യയുടെ, നമ്മുടെ ലോകത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഡയബറ്റിസിൽ 2ാമത്തെ സ്ഥാനമാണ്. ആ ഇന്ത്യയിൽ ഡയബറ്റിക്കിന്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് നമ്മുടെ കേരളം എന്ന കൊച്ചു സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ഡയബറ്റിസ് ഉള്ള സംസ്ഥാനമാണ് കേരളം. എന്തുകൊണ്ട് ഈ ഇത്രയും ഡയബറ്റിസ് ഉള്ള ഈ സംസ്ഥാനം ഇങ്ങനായി മാറി? അതിന്റെ റീസൺ എന്താണ്? പണ്ട് ഇത്രയും ഒരു ഡയബറ്റിക് ഇൻസിഡൻസ് നമ്മുടെ ഇവിടെ കണ്ടിട്ടില്ല. എന്തുകൊണ്ട് നമ്മുടെ നാട് ഇത്രയും രീതിയിലുള്ള ജീവിതശൈലി അസുഖത്തിന് കാരണമായി? ഇപ്പോഴാണേലും നമുക്കറിയാം, ഈ കോവിഡ് ഒക്കെ വരുമ്പോൾ എല്ലാം, ഇപ്പം നിങ്ങളൊക്കെ ബ്ലാക്ക് ഫംഗസിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടുതലായിട്ട് പറയുന്നത് ഈ അൺകൺട്രോൾഡ് ഡയബറ്റിസും ഇങ്ങനെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒത്തിരി മരുന്നുകൾ കോവിഡ് വരുന്ന സമയത്ത് കൊടുക്കുകയും സ്റ്റിറോയിഡ് ട്രീറ്റ്മെന്റ് ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം പിന്നെയും വീക്ക് ആവും. അപ്പൊ അങ്ങനെയുള്ളവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആകുമ്പോഴാണ് കൂടുതൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരോട് സ്വന്തമായിട്ടൊന്ന് നമ്മളെ അവലോകനം ചെയ്യാൻ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. എത്ര പേര് ഇന്ന് ഡിന്നർ കഴിച്ചു ഇതുവരെ? അത് വളരെ ചുരുക്കം ആൾക്കാരാണ്. എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും 10% ആൾക്കാർ പോലും ഡിന്നർ കഴിച്ചിട്ടില്ല. നമ്മളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ചലഞ്ചാണ് നമ്മൾ സമയത്തിന് ഫുഡ് കഴിക്കുന്നില്ല. ഈ കോവിഡ് ലോക്ക്ഡൌൺ തുടങ്ങിയത് മുതൽ എന്നൊക്കെ വർക്ക് ഫ്രം ഹോമും ക്ലാസ് വീട്ടിൽ ഇരുന്ന് കേൾക്കാവുന്ന അവസ്ഥയിലായതിൽ പിന്നെ നമ്മുടെ വീട്ടിലുള്ളവർക്കും നമ്മുടെ കുട്ടികൾക്കും ചിട്ട എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. കുട്ടികൾ രാവിലെ എഴുന്നേൽക്കുന്നത് 10 മണി 11 മണി, റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും, ഏതെങ്കിലും സമയമായിരിക്കും അവർ കേൾക്കുന്നത്. സോ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇത്രയും ദിവസമായിട്ട് കറക്റ്റ് സമയത്തിന് എഴുന്നേൽക്കുന്ന ഒരു കുട്ടിയെ പോലും, ഈ എൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ വന്ന ഒരു കുട്ടിയെ പോലും ഞാൻ കണ്ടിട്ടില്ല. എല്ലാ കുട്ടികൾക്കും ഒരു ചിട്ടയില്ലാത്ത പ്രശ്നങ്ങളാണ്. എൻ്റെ അടുത്ത് PCOD പ്രശ്നം വെച്ചിട്ട് ഒരു ദിവസം ഒരു 5-6 കുട്ടികളെങ്കിലും മിനിമം കൺസൾട്ടേഷൻ കാണും. ഇവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നത്, രാവിലെ ഇപ്പം പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്നത് 10 o'clock ഒക്കെ ആകും, അല്ലെങ്കിൽ 8 മണിക്ക് കഴിയാതെ എഴുന്നേൽക്കുന്നവരാരും തന്നെ ഇല്ല. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് 10 മണി 11 മണി. ലഞ്ചോ വീട്ടിലും എല്ലാവരും ലേറ്റ് ആണ്, അപ്പം പിന്നെ ലഞ്ച് കഴിക്കുന്നത് 3 മണി. പിന്നെ ഡിന്നർ മിക്കവാറും 9 മണി 10 മണി. പിന്നെ ഓർഡർ ചെയ്യും, ടൗണിലുള്ളവരൊക്കെ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്യും. എല്ലാ ദിവസവും സെയിം കഴിച്ചു മടുത്തു, വീട്ടിനകത്ത് തന്നെ ഇരിക്കുകയാണ്. തോന്നി ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്. ടീച്ചർ രാത്രി ഉറങ്ങുന്ന സമയം 2 മണി. അവര് രാത്രിയിൽ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്യുന്നത് 11 മണിക്ക്. ഞാൻ വളരെ അതിശയത്തോടെ കണ്ടു. മീൻസ് എനിക്ക് ആ ഒരു ജനറേഷനാണ് നമ്മൾ ഈ പറയുന്നു. പക്ഷെ എത്രമാത്രം എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷെ നമ്മളൊന്നും ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ ഇതിന്റെയൊക്കെ പ്രാധാന്യം എന്താണ് ഈ ബാലൻസ്ഡ് ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുന്ന ഒരു കാര്യം, നമ്മള് പേരൻസ് കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലെ ചില ചിട്ടകള് തീർച്ചയായിട്ടും അത് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ തന്നെ സ്കൂളില് ചില നിബന്ധനകൾ വരുത്തിയാൽ കുട്ടികൾ അതനുസരിച്ച് ഫോളോ ചെയ്യും. അതായത് പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കുട്ടി ബോംബെയിലായിരുന്ന സമയത്ത് അവിടെ ഓരോ ദിവസം ഓരോ ഫുഡ് കൊണ്ടുവരണമായിരുന്നു. അതായത് ഒരു ദിവസം സ്റ്റീംഡ് ഫുഡ് കൊണ്ടുവരണം. അപ്പൊ എന്താണ് സ്റ്റീംഡ് എന്ന് അറിയാം, ഒരു വീട്ടിൽ ഉണ്ടാക്കാത്ത കാര്യങ്ങളായിരിക്കും, എങ്കിലും സ്റ്റീംഡ് ഫുഡ് എന്താണെന്ന് അറിയാൻ അന്നത്തെ മെനുവിൽ സ്റ്റീംഡ് ഫുഡ് കൊണ്ടുവരാൻ അപ്പൊ ഓരോരുത്തരും കൊണ്ടുവരും. ഇഡലി കൊണ്ടുവരും, ഡോക്ല കൊണ്ടുവരും, അവരുടെ പല ഐറ്റംസ് അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതാണ് സ്റ്റീംഡ് ഫുഡ്. അപ്പൊ നമ്മുടെ ഈ ട്രഡീഷണൽ വേയിൽ നിന്ന് ഒത്തിരി മാറി, സാറ് പറഞ്ഞതുപോലെ ട്രഡീഷണൽ വേയിൽ നിന്ന് ഒത്തിരി മാറി പുതിയ രീതിയിലുള്ള പിന്നെ കാരണം അത് കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, ബിക്കോസ് നമുക്ക് കിട്ടുന്നത് മുഴുവൻ അങ്ങനെയുള്ള ഒരു ഇതാണ്. പിയർ പ്രഷർ ഭയങ്കരമാണ്.
ഇപ്പൊ ഇന്ന് ഈ എല്ലാ വീക്കെൻഡിലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഹോട്ടലിൽ പോയി കഴിക്കാത്ത കുട്ടികളില്ല, ഫാമിലി ഇല്ല. ഒരുമാതിരിയുള്ള ടൗണിൽ താമസിക്കുന്ന ഇവിടെ ഈ കോഴിക്കോടുള്ള ഒരു രീതിയാണ്. എന്താണ് കഴിക്കുന്നത്? കാരണം അടുത്ത ദിവസം കുട്ടികളാണ് തന്നെ വീട്ടിൽ ചെന്ന് ഇന്നടുത്ത റെസ്റ്റോറന്റ്, പുതിയ റെസ്റ്റോറന്റ് നിങ്ങൾ ട്രൈ ചെയ്തോ. അപ്പം അതൊന്നും പോവാതെ ഇരിക്കുന്ന ചില കുട്ടികൾക്ക് അത് വളരെ ആയിട്ട് ഒന്നും അവർക്ക് ഡിസ്കസ് ചെയ്യാനില്ല. സോ അവരും ഈ പറഞ്ഞതുപോലെ പിന്നെ പല രീതിയും ട്രൈ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ പിയർ പ്രഷർ തന്നെ ഒരു വലിയ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എപ്പോഴും നമ്മൾ വീട്ടില് നമ്മൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്നെ ശ്രവിക്കുന്ന ഭാവിയിലെ ടീച്ചേഴ്സ് ആയിട്ടുള്ള വരുന്നവര് തീർച്ചയായിട്ടും നമ്മളുടെ വീട്ടിലും നമ്മളുടെ സ്റ്റുഡൻസിനും എപ്പോഴും ഒരു മാതൃകയായിരിക്കണം. ഞാൻ ആദ്യമായിട്ട് തന്നെ എന്താണ് ഈ സമീകൃത ആഹാരം എന്നൊന്ന്, നമുക്ക് കഴിക്കാൻ വയ്യാത്ത ഒരു സാധനവും ഇല്ല. എല്ലാ സാധനവും നമുക്ക് കഴിക്കാം. എല്ലാ ഘടകങ്ങളും, അതായത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും മിനറൽസും വൈറ്റമിൻസും എല്ലാം ഒരേ ക്രമീകൃതമായിട്ടുള്ള അളവിൽ അടങ്ങിയിരിക്കുന്ന സാധനത്തെയാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എല്ലാ രീതിയിലുള്ള അസുഖങ്ങളും ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ ഡയബറ്റിസ്. നമ്മളിപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നമ്മൾ ദോശ കഴിക്കുന്നു, ഇഡലി കഴിക്കുന്നു, പുട്ട് കഴിക്കുന്നു, ഇതൊക്കെ കഴിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ പുട്ട് കഴിക്കുകയാണ്. പുട്ടിന്റെ കൂടെ, പുട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ പുട്ട് നമ്മൾ കഴിക്കുന്നു. പുട്ടിന്റെ കൂടെയുള്ള കോമ്പിനേഷൻ എന്ത്? പുട്ടിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ എപ്പോഴും റൈറ്റ് കോമ്പിനേഷൻ. നമ്മൾ പഴം കഴിക്കും, നേന്ത്രപ്പഴം പുഴുങ്ങിയത് കഴിക്കും, മറ്റേ സാധാ ആണിപ്പൂവൻ വെച്ച് കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും ഒരു കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ കോമ്പിനേഷൻ ആയിരിക്കണം നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പുട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും അതിന്റെ കൂടെ ഒരു കടലയോ ചെറുപയറോ ആണെങ്കിൽ അതിനകത്തുനിന്ന് കുറച്ച് ഫൈബർ കിട്ടും, ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടും. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ കാർബോഹൈഡ്രേറ്റ് തന്നെ വീണ്ടും കഴിക്കുകയാണെങ്കിലോ നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടും. അത് ഡയബറ്റിസ് അൺകൺട്രോൾഡ് ആകാൻ ഒരു കാരണമാകും. ബിക്കോസ് ഹൈ കൺസംഷൻ ഓഫ് നമ്മുടെ ടോട്ടൽ കാലറിയുടെ കൂടുതൽ ശതമാനവും കാർബോഹൈഡ്രേറ്റിൽ നിന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മൾ രാവിലെ ദോശ കഴിക്കുന്നു, ദോശയുടെ കൂടെ ചട്നി കഴിക്കുമ്പോഴെന്താണ്, അതിനകത്തും ഇതുപോലെ തേങ്ങ കൂടുതലാണ്, പക്ഷെ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ വരുന്നില്ല, ഫൈബറും വരുന്നില്ല. സോ അതും നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റിൽ നിന്നും വ്യതിചലിച്ച് പോവുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ചട്നി നമുക്ക് വയറ് നിറയെ കഴിക്കാൻ പറ്റൂല. അപ്പം ദോശയുടെ അളവ് കൂട്ടിയതിനു ശേഷം നമ്മൾ ചട്നി തൊട്ട് കഴിക്കും. അപ്പം അറിയാതെ തന്നെ ദോശയുടെ അളവ് കൂടും. ദോശയുടെ അളവ് കൂടിയാലോ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് മുഴുവൻ സെഡൻഡറി ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ നമുക്ക് ഇത്രയും കാലറീസ് നമ്മുടെ ബേൺ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. ഇപ്പൊ നമുക്ക് പക്ഷെ വിശപ്പ് അടങ്ങണം, പക്ഷെ ഇത്രയും കാലറി ബേൺ ചെയ്യാത്തത് കൊണ്ട് ഇത് സാവധാനം ശരീരത്തിന്റെ പല ഭാഗത്തേക്ക് അടിഞ്ഞുകൂടും. നമ്മളുടെ കഴിക്കുന്ന ആഹാരത്തിന്റെ പ്രപ്പോർഷൻ ശരിയാകുന്നില്ല, പ്രോട്ടീൻ കിട്ടുന്നില്ല, കാർബോഹൈഡ്രേറ്റിന്റെ അമിതമായിട്ടുള്ള അളവ് നമ്മുടെ ശരീരത്തിലേക്ക് കൂടുന്നു, ബ്ലഡ് ഷുഗറിന് വേരിയേഷൻ ഉണ്ടാകാം, അവിടെ ഇവിടെ ഫാറ്റ് ഡിപ്പോസിഷൻ അടിഞ്ഞുകൂടാം. ചിലർ പറയും ഞാൻ അതിന് ഫാറ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല, നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കുന്ന ദോശ, പക്ഷെ എന്തുകൊണ്ടാ പിന്നെയും വെയിറ്റ് കൂടുന്നത്? എക്സ്ട്രാ ഉള്ള കാർബോഹൈഡ്രേറ്റ് നിങ്ങളൊരു ഹെൽത്ത് ചെക്കപ്പിന് പോയി കഴിഞ്ഞാൽ ഒരുമാതിരി ഈ ചെറിയ കുട്ടികൾക്കില്ലായിരിക്കും, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു എബവ് 30-35 ആയിട്ടുള്ള ഒരു BMI 25 കൂടുതലുള്ള എല്ലാവർക്കും തന്നെ ഫാറ്റി ലിവർ കാണും. ഗ്രേഡ് 1 എങ്കിലും കാണാം. ഗ്രേഡ് 1 അല്ലേ, സാരമില്ല, എല്ലാവർക്കും ഉണ്ട്, കുഴപ്പമില്ല എന്ന് പറയും. ഡോക്ടർ പറയേ അത് കുഴപ്പമില്ല, ഇപ്പൊ സാധാരണയാ, കുഴപ്പമില്ല. അടുത്ത 2 വർഷം കഴിയുമ്പോൾ ഗ്രേഡ് 2 ആവും. ഇപ്പൊ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് തന്നെ വളരെ കോമൺ ആയിട്ട് കാണുകയും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ നാടിപ്പോൾ. ഡ്രിങ്ക്സ്, ആൽക്കഹോൾ ഇൻടേക്കിന്റെ അല്ലാതെ തന്നെ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് വരെ ഇപ്പൊ വളരെ കോമൺ ആയിട്ട് കാണുന്നു. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻആക്ടിവിറ്റി, അതിനോടൊപ്പം തന്നെ ഈ കാർബോഹൈഡ്രേറ്റ് ഡിപ്പോസിറ്റ് ചെയ്ത് ലിവറിന്റെ സൈഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു, വ്യായാമം ഇല്ല, അബ്ഡോമിനൽ ഏരിയയിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു, അബ്ഡോമിനൽ അഡിപ്പോസിറ്റി വളരെ കൂടുതലായിട്ട് കാണുന്നു. അപ്പൊ ഇതൊക്കെ ഫാറ്റി ലിവറിന് ഒരു വലിയ കാരണമാണ്. കൊഴുപ്പ് മാത്രം കഴിച്ചിട്ടല്ല ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്, ഹൈ കൺസംഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇതിനൊരു പ്രധാന കാരണമാണ്.
അപ്പൊ നമുക്ക് എന്താ നമുക്ക് ഒരു അഡീഷണൽ ഒരു നന്നായിട്ട് അതെങ്ങനെ മാറ്റാം എന്ന് നോക്കിയാൽ നമുക്ക് ഒത്തിരി നമ്മുടെ ആക്ടിവിറ്റി ലെവൽ അനുസരിച്ചല്ല ഇരിക്കും. നന്നായിട്ട് ബേൺ ഔട്ട് ചെയ്യുന്ന നമ്മുടെ ഒരു ഹാർഡ് വർക്കർ, പണ്ടത്തെ കാലത്ത് പിന്നെ നമ്മുടെ പിന്നെ ഒത്തിരി പാടത്ത് പോയി ജോലി ചെയ്ത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്യുന്നവർക്ക് 2 ദോശ കഴിച്ചാൽ പറ്റൂല. പക്ഷെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഓഫീസിൽ ഇരിക്കുകയും വളരെ സെഡൻഡറി ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് 2 ദോശ തന്നെ ചിലപ്പം ആയിട്ടുള്ള ആഹാരം നമ്മുടെ ശരീരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തി പ്രോട്ടീന്റെ അളവ് മോഡറേറ്റ്, അതായത് പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമുക്ക് മിക്ക വെജിറ്റേറിയൻസിനെ നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടീന്റെ ഇൻടേക്ക് തീരെ കുറവായിരിക്കും. ഒരു 0.8 gram per kilogram ബോഡി വെയിറ്റ് എങ്കിലും പ്രോട്ടീൻ നമുക്ക് ഒരു ദിവസം കിട്ടണം. ഒരു വെജിറ്റേറിയനെ സംബന്ധിച്ച് അവരുടെ ഒരു ഹോം റീകോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും total intake is not even meeting half of the requirement of the body. So that is very, very important. അപ്പം നമ്മുടെ ശരീരത്തിന്റെ റിപ്പയറിങ്ങിനും അതുപോലെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിനും പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ. അപ്പൊ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ എങ്ങനെ ഒരു പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഉള്ള ബാലൻസ്ഡ് ആക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പുട്ട് കഴിക്കുകയാണെങ്കിൽ പുട്ടിന്റെ അളവ് കുറച്ച് നിയന്ത്രിച്ചിട്ട് നല്ലൊരു എമൗണ്ട് ഓഫ് കടലക്കറി കഴിക്കുക, ചെറുപയർ കഴിക്കുക, അതിന്റെ സീസണിങ് ഒക്കെ മിനിമം ആക്കുക, ഒത്തിരി തേങ്ങ അരച്ച് ചേർക്കുന്നത് നിയന്ത്രിക്കുക. അങ്ങനെ അറ്റ് എ ടൈം കഴിക്കുന്ന ഒരു വലിയ എമൗണ്ട് ആക്കാതെ, അത് ഇതെല്ലാം നമ്മുടെ ആക്ടിവിറ്റി ലെവലിനെ ആശ്രയിച്ചിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഒരു സെഡൻഡറി വർക്കായിട്ടുള്ളവരുടെ ആഹാരം എങ്ങനായാലും എപ്പോഴും ഒരു 2000 കാലറി താഴെ നിന്നാൽ മതി. അതിനകത്ത് അവർക്ക് വെയിറ്റ് കൂടുതലാണെങ്കിൽ അതിന് റെസ്ട്രിക്ഷൻ വേണം, കുറച്ചുകൂടെ നമ്മൾ കുറയ്ക്കണം. അപ്പൊ എപ്പോഴും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ബാലൻസ്ഡ് ആയിരിക്കണം. ഉദാഹരണത്തിന് പുട്ട് കടല, അല്ലെ ദോശ സാമ്പാർ, ഇഡ്ഡലി സാമ്പാർ, അതുപോലെ സ്റ്റൂ കഴിക്കുന്നവരുണ്ട്. സ്റ്റൂ കഴിക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? തേങ്ങാപ്പാലും ഉരുളക്കിഴങ്ങും, ഇതൊക്കെയാണ് സ്റ്റൂവിന്റെ മെയിൻ. നമ്മുടെ പിന്നെ ഇവിടുത്തെ കേരളത്തിലെ ഡയബറ്റിക് ഇൻസിഡൻസ് ഇത്രയും കൂടുന്നത് നമ്മളൊരു സദ്യക്ക് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ, ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ലഞ്ച് കഴിക്കാൻ പോട്ടെ, എന്താണ് നമുക്ക് അവിടെ സെർവ് ചെയ്യുന്നത്? ഒരു എത്ര കിലോ അരി വാങ്ങിച്ചാലും, ഒരു കിലോ അരി നമ്മൾ കഴിച്ചാലും സെയിം ചാർജാ. അതുകൊണ്ട് കുറേ ചോറും ഓരോ ടേബിൾ സ്പൂണോ ടീസ്പൂണോ കറികളുമാണ് സൈഡിൽ തരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ചോറ് മാത്രം കഴിച്ചിട്ട് അങ്ങ് വയറ് നിറയ്ക്കും. പറയുമ്പോൾ നമ്മൾ നല്ല വെജിറ്റേറിയൻ, ആ ഫ്രൈ ഒന്നും കഴിക്കുന്നൊന്നുമില്ല. പക്ഷെ ആ ഫ്രൈയെക്കാട്ടിലൊക്കെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ ഹൈ കൺസംഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്. അതായിരിക്കും ഹൈ ഇൻസിഡൻസ് ഓഫ് ഡയബറ്റിസും ഇവിടെ ഇത്രയും കൂടാനുള്ള കാരണം. ഹൈ കൺസംഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്. നമ്മള് ടിഫിൻ കൊണ്ടുവന്നാണേലും എല്ലാം നോക്കി അറിയാം. ഒരു ടിഫിൻ ബോക്സ് നിറയെ ചോറും ഇച്ചിരി കൂട്ടാനും. ആ ശീലം നമ്മൾ മാറ്റിയെടുക്കണം. നമുക്ക് വേണ്ടിയത് നമുക്ക് ഫൈറ്റോ ന്യൂട്രിയൻസ് ആണ്. ന്യൂട്രിയൻസും മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയ, നാരും അടങ്ങിയ പച്ചക്കറികൾ നമ്മുടെ ആഹാരത്തിൽ, ഐഡിയലി സ്പീക്കിംഗ് ഒരു പ്രായപൂർത്തി ആയിട്ടുള്ള ഒരു ആക്ടിനെ സംബന്ധിച്ച് സെഡൻഡറി വർക്കായിട്ട്, ബിക്കോസ് നിങ്ങളെല്ലാം സെഡൻഡറി വർക്കേഴ്സ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ പ്ലേറ്റിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 4ൽ ഒരു പോർഷൻ മാത്രമേ നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ ഇൻടേക്ക് ആകാവൂ. 4ൽ 2 ഭാഗം, അതായത് ഒരു പ്ലേറ്റിന്റെ ഹാഫ് പോർഷൻ, 50% ഓഫ് ദി പ്ലേറ്റ് ഷുഡ് ബി വെജിറ്റബിൾസ്. നല്ല നാരുള്ള ആഹാര സാധനങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വരണമെന്നാണ്. അപ്പൊ നമ്മൾ എത്ര പേര് ഇത് കഴിക്കുന്നുണ്ട്? ഇല്ല. നമുക്ക് ഹാർഡ്ലി നമ്മൾ 1 or 2 സെർവിങ് വെജിറ്റബിൾസ് ആയിരിക്കും മാക്സിമം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പല അസുഖം, നമ്മൾ അതിനു വേണ്ടി വലിയ കാര്യമായിട്ട് ഉള്ള കടയിൽ നിന്നുള്ള, ഇപ്പൊ ഞാൻ ഇന്നലെ എപ്പോഴും പേഷ്യൻസ് കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, എങ്ങനെ പച്ചക്കറി വാങ്ങിക്കും, അത് മുഴുവൻ വിഷമല്ലേ? എന്തിനു വിഷമുള്ളത് വാങ്ങിക്കുന്നു? നമുക്ക് ചുറ്റും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വാഴപ്പിണ്ടി, വാഴയുടെ പൂവ്, അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയില, ഇതൊക്കെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികൾ ധാരാളം കിട്ടും. ഒത്തിരി വിലയുള്ള പപ്പായ, ഇതൊക്കെ വളരെ ന്യൂട്രിയൻ ഡെൻസ്ഡ് ആണ്. ക്യാബേജിന് എന്തിനു പോകണം? വിഷം അടിച്ച ക്യാബേജിന് പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പച്ച പപ്പായ വളരെ ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ്. മഴക്കാലത്ത് കിട്ടുന്ന തഴുതാമ വളരെ ഗുണം ചെയ്യുന്ന ഒരു ലീഫി വെജിറ്റബിൾസ് ആണ്. എത്ര പേര് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്?
ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കാണും ഒത്തിരി ഇടത്ത് തഴുതാമൊക്കെ നിൽക്കുന്ന കാണാം. ഞാൻ ഓർത്ത് ഇതൊക്കെ എത്ര ന്യൂട്രിയൻ ഡെൻസ്ഡ് ആണ്. അതിന് പകരം ആൾക്കാർ ഇങ്ങനെ കടയിൽ പോയി കുറെ അതും ഇതും വാടിയ വെജിറ്റബിൾസും ഒക്കെ വാങ്ങിക്കുന്നു. അപ്പൊ ഇതൊന്നും ആരും യൂസ് ചെയ്യുന്നില്ല, കാരണം ഇതൊക്കെ ലോക്കലി അവൈലബിൾ അല്ലേ. പിന്നെ അതിന്റെ ടേസ്റ്റ്, ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അതിന്റെ ടേസ്റ്റ് കിട്ടുന്നില്ല. നമ്മുടെ മത്തന്റെ ഇല ന്യൂട്രിയൻ ഡെൻസ്ഡ് ആണ്. ഒരു വൈറ്റമിനും മിനറലും നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോഴത്തെ കോവിഡിന്റെ സമയമാകുമ്പോഴത്തെ കോവിഡ് പോസിറ്റീവ് ആയ ഉടനെ ആൾക്കാർ വൈറ്റമിൻ സി, സിങ്ക്, വൈറ്റമിൻ ഡി ഇതെല്ലാം ഒക്കെ കഴിക്കുന്നത്. ഇതൊക്കെ നാച്ചുറലി നമുക്ക് എത്ര അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഒരു 3-4 നെല്ലിക്ക കഴിച്ചാൽ ഈ പറയുന്ന ടാബ്ലറ്റിനെക്കാട്ടിൽ എത്രയോ ബെനിഫിറ്റ്. വൈറ്റമിൻ എ, ക്യാരറ്റ് ഇതൊക്കെ എത്രയോ റിച്ച് ആണ്. അതിന് പകരം സപ്ലിമെന്റിന്റെ ആവശ്യം നമുക്കുണ്ടോ? ഇല്ല. സപ്ലിമെന്റ് ഒക്കെ സിന്തറ്റിക്കലി ഉണ്ടാക്കിയതാണ്. വൈറ്റമിൻ ഇ ഒക്കെ ആണെങ്കിൽ മുഴുവൻ സിന്തറ്റിക്കലി ഉണ്ടാക്കിയതാണ്. നമ്മുടെ സാധാ നട്ട്സ് കഴിച്ചാൽ മതി, വൈറ്റമിൻ ഇ ആവശ്യത്തിന് കിട്ടും. ഹെൽത്തി ഫാറ്റ് വൈറ്റമിൻ ഇ ആവശ്യത്തിന് കിട്ടും. അപ്പൊ അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഇതൊന്നും ശരിയായിട്ട് സോഴ്സ് കിട്ടാതെ അതിന് പകരം നമ്മൾ എല്ലാ സപ്ലിമെന്റിനെയും തേടി പോകും. ഏറ്റവും പുതിയ പിന്നെ വെജിറ്റബിൾസ് ആണെങ്കിൽ തന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നോക്കും, ഇമ്പോർട്ടഡ് ഫ്രൂട്ട്സ് നോക്കും. കഴിഞ്ഞ ദിവസം എന്നോട് ആരാണ്ട് ഒരാൾ ചോദിച്ചു, ഡയബറ്റിക് കൺട്രോൾ ആക്കാൻ ഗ്രീൻ ആപ്പിൾ വളരെ നല്ലതല്ലേ, കിവി വളരെ നല്ലതല്ലേ? ഞാൻ പറഞ്ഞു കിവിയും ഇതൊന്നും പോകണ്ട, നിങ്ങളുടെ വീട്ടുമുറ്റത്ത് പേരയ്ക്ക കഴിച്ചാൽ മതി, പപ്പായ കഴിച്ചാൽ മതി. അതിനകത്ത് ഇമ്പോർട്ടന്റ് ഫ്രൂട്ട്സിന് എന്തിനു പോകണം? നമ്മള് എന്തിനു വില കൊടുത്ത് നമ്മൾ ഇത്രയും വില കൊടുത്തുള്ള സാധനങ്ങൾ വാങ്ങിക്കണം? അതിന്റെ ആവശ്യമില്ല. ലോക്കലായിട്ടുള്ള നമ്മുടെ ചാമ്പയ്ക്ക, നമ്മുടെ ഞാവൽ, ഇതൊക്കെ എത്ര ന്യൂട്രിയൻ ഡെൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം എല്ലാ ദിവസവും ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഒരു രീതിയിലുള്ള ടാബ്ലറ്റ്സിന്റെയും എക്സ്ട്രാ ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിന് തന്നെ അതിനെ പൊരുതാനുള്ള ഒരു കഴിവുണ്ടാവും. വൈറ്റമിൻ സി നാച്ചുറൽ ആന്റി ഓക്സിഡന്റ് ആണ്. വൈറ്റമിൻ എ നാച്ചുറൽ ആന്റി ഓക്സിഡന്റ് ആണ്. വൈറ്റമിൻ ഇ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനകത്തെ വെജിറ്റബിൾസ്, സാമ്പാറിനകത്ത് പച്ചക്കറി ചേർത്താൽ മതി. എല്ലാ കളറിലുള്ള പച്ചക്കറി ചേർക്കുക. തക്കാളി ലൈക്കോപ്പിൻ റിച്ച് ആയിട്ടുള്ളതാണ്, ഏറ്റവും ആന്റി ഓക്സിഡൻസ് ആണ്. ബ്രസ്റ്റ് ക്യാൻസറിന് പച്ചക്കറികളിലും ഫ്രൂട്ട്സിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന സാധാ ലോക്കലി കിട്ടുന്ന സാധനങ്ങൾ, പേരയ്ക്ക, ചുമന്ന കളറിലുള്ള പേരയ്ക്ക, വാട്ടർമെലൺ, അതുപോലെ തന്നെ തക്കാളി, ഇതിനകത്തൊക്കെ ഇഷ്ടം പോലെ അടങ്ങിയിരിക്കുന്ന സാധനമാണ്. അതിനുവേണ്ടി നമ്മൾ മൾട്ടി വിറ്റമിൻസ് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ രാവിലത്തെ സാമ്പാറിനകത്ത് നമുക്ക് വെള്ളരിക്ക ഇടാം, മഞ്ഞ കളറിലുള്ള സാധനം ഇടാം, ചുമന്ന കളറിലുള്ള സാധനം ഇടാം, പച്ച കളറിലുള്ള സാധനം ഇടാം, പർപ്പിൾ കളറിലുള്ള സാധനം ഇടാം, നമുക്ക് പിന്നെ ബ്രിഞ്ചോൾ ഇടാം, നമുക്ക് ഒനിയൻ ഇടാം. ഇത്രയൊക്കെ ഇട്ടാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ന്യൂട്രിയൻസ് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ നമ്മുടെ കുട്ടികൾ അതൊന്നും കഴിക്കില്ലെന്നാണ് പേരൻസ് പറയുന്നത്. എന്തുകൊണ്ട് കഴിക്കുന്നില്ല? അവർക്ക് വേറെ സോഴ്സ് ഉണ്ട്. അപ്പൊ മേ ബി ചിക്കൻ കറി കാണും, അല്ലെങ്കിൽ വേറെ സോഴ്സസ് ഉണ്ട്, അപ്പൊ അത് മതി. പക്ഷെ ഇതിന്റെ ഒരു ആവട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പേരൻസ് പറയും ഇതൊന്നും ഞങ്ങളുടെ മക്കൾ കഴിക്കുകയില്ല, അതുകൊണ്ട് ആരും കഴിച്ചില്ല. പേരൻസ് പറയുന്നത് ഞങ്ങൾ തന്നെ ഇതെല്ലാം കഴിച്ചു തീർക്കണം, അതുകൊണ്ട് ഉണ്ടാക്കാറില്ല എന്നാ പറയുന്നത്. അവർക്ക് ആ ടേസ്റ്റ് നമ്മൾ ഓരോ ദിവസവുമാണ് കുട്ടികളുടെ ടേസ്റ്റ് ഡെവലപ്പ് ആയി വരുന്നത്. സോ ഇതൊക്കെ നമ്മൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ ഈ സാമ്പാറിനകത്ത് പുളി ചേർക്കുമ്പോൾ എല്ലാത്തിനും ഒരു പ്രപ്പോർഷൻ ഉണ്ടല്ലോ, ആ പ്രപ്പോർഷനിലാണ് ഏറ്റവും നല്ലത്. അതിനുവേണ്ടി ഒരു ഡിക്കോഷനും കഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മുടെ ആഹാരത്തിൽ, നമ്മുടെ സാമ്പാറിനകത്തില്ലേ മഞ്ഞൾപ്പൊടി, നമ്മുടെ ഏത് കറിക്കകത്തും മഞ്ഞളുണ്ട്. പിന്നെ അഡീഷണൽ മഞ്ഞൾ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും കഴിക്കാത്തവരാണെങ്കിൽ ഓക്കെ. ഫോറിനേഴ്സ് മഞ്ഞളൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവർക്ക് മേ ബി ഇത് കുടിച്ചാൽ എന്തെങ്കിലും കാര്യമുണ്ട്. പക്ഷെ നമ്മളെ പോലുള്ളവര് നമുക്ക് ഉലുവ ഉപയോഗിക്കുന്നുണ്ട്, മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ആഹാരത്തിന്റെ നമ്മൾ ഉണ്ടാക്കുക. കഴിവതും ഒരു രീതിയിലുള്ള പൗഡറും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. എല്ലാ പൗഡർ, സാമ്പാർ പൊടി, രസത്തിന്റെ പൊടി, ചിക്കന്റെ മസാല, എല്ലാത്തിനകത്തും ഇഷ്ടംപോലെ പ്രിസർവേറ്റീവ്സ് ഉണ്ട്. നമുക്കറിയാം, നമ്മൾ ഒരു സാധനം പൊടിച്ചിട്ട് കുറച്ച് നാൾ വെളിയിൽ വെച്ച് നല്ലതെല്ലാം പൂപ്പലാവും. പക്ഷെ എന്തുകൊണ്ട് ഇത് ഇത്രയും നാളും കേടുകൂടാതെ പാക്കറ്റിൽ ഇരിക്കുന്നു? അത് തന്നെ ഒരു എക്സാമ്പിൾ അല്ലേ? തീർച്ചയായിട്ടും പ്രിസർവേറ്റീവ്സ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പോഴത്തെ കാണുന്ന ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു മെയിൻ റീസൺ തന്നെ ഹൈ കൺസംഷൻ ഓഫ് പ്രിസർവേറ്റീവ്സ് ആണ്.
തൈറോയിഡ് ഈ ബെൽറ്റിൽ വളരെയധികം കാണുന്നു. തിരൂർ, കോഴിക്കോട് ഈ ബെൽറ്റിൽ വളരെയധികം തൈറോയിഡിന്റെ പ്രോബ്ലംസ് കാണുന്നു. എന്തുകൊണ്ട്? ഹൈ കൺസംഷൻ ഓഫ് പ്രിസർവേറ്റീവ്സ്, അതുപോലെ തന്നെ വെജിറ്റബിൾസിലെ അമിതമായിട്ടുള്ള രാസ പദാർത്ഥങ്ങളാണെന്നാണ്, മീൻസ് വിഷം കലർന്ന പച്ചക്കറികളുടെ ഉപയോഗം ആണെന്ന് ചില സ്റ്റഡീസ് ഒക്കെ പറയുന്നത്. സോ നമുക്ക് ഇങ്ങനെ ഇപ്പം വെളിയിൽ നിന്ന് കാണിക്കുന്ന വെജിറ്റബിൾസ് ആണെങ്കിലും നമ്മൾ കുറേ സമയം ഒരു 2-3 hours കുറച്ച് സോൾട്ട്, മഞ്ഞള്, അതുപോലെ തന്നെ വിനീഗർ ഇട്ട വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം 3-4 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊരു 3-4 പ്രാവശ്യം വാഷ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു വിധത്തിൽ പെർസെന്റേജ് എങ്കിലും ഇതിനകത്തുനിന്ന് ഓട്ടോമാറ്റിക്കലി പോകും. അതുപോലെ തന്നെ പുളിയും ഒരു നല്ല ഡീറ്റോക്സിഫയർ ആണ് ഈ പുളി. അതും പുളിയും നമ്മൾ ഒഴിവാക്കാം. പുളിയും വെച്ചിട്ട് ഈ വെജിറ്റബിൾസ് കഴുകുന്ന വെള്ളത്തിൽ നമുക്ക് പുളിയും കൂടെ ചേർത്ത് വെക്കുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ്. അതില്ലാത്തവർക്ക് വിനീഗർ ചേർക്കാം. അങ്ങനെ വാങ്ങിക്കുന്ന പച്ചക്കറികളെല്ലാം നമ്മൾ കുറച്ച് കഴിവതും അന്നത്തേക്കുള്ളത് മാത്രം. ചിലപ്പോൾ ഇതൊന്നും പ്രാക്ടിക്കൽ ആയിരിക്കുകയല്ല ജോലിയുള്ളവർക്ക്. പിന്നെ പക്ഷെ പറ്റുമെങ്കിൽ അന്നത്തേക്കുള്ളത് മാത്രം കുക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കുക്ക് ചെയ്ത് കഴിഞ്ഞ് റൂം ടെമ്പറേച്ചറിലായാൽ ഉടനെ തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക. ഇപ്പൊ രാവിലെ നമ്മൾ ചോറ് വെക്കുകയാണ്, അത് മുഴുവൻ തണുത്ത് പിന്നെ വൈകിട്ടത്തെ ഉപയോഗം വരെ ആകുമ്പോഴത്തേക്ക് ഇത് കണ്ടാമിനേഷൻ, കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കി അത് മുഴുവൻ പിന്നെ ബാക്കി വരുന്നിടത്ത് ഫ്രിഡ്ജിലും വെക്കും. അപ്പോഴത്തേക്ക് ഇതിനകത്ത് മൈക്രോബിയൽ കണ്ടാമിനേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അടുത്ത ദിവസത്തേക്കും കൂടി ഉപയോഗിക്കാനുള്ള സാധനമാണെങ്കിൽ തീർച്ചയായിട്ടും അത് അതിന്റെ ആ ടെമ്പറേച്ചർ ചൂട് മാറിയതിനു ശേഷം അത് നോർമൽ ടെമ്പറേച്ചറിലാക്കിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും ഉത്തമം. സോ ഇപ്പം ഞാൻ ഉച്ചക്കത്തെ ആഹാരത്തിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം പറഞ്ഞു. അതിനുശേഷം ഉച്ചക്കത്തെ ആഹാരത്തിലേക്ക് ഞാൻ പറഞ്ഞു പ്ലേറ്റിന്റെ ഒരു 50% ഓഫ് ദി പ്ലേറ്റ് ഷുഡ് ബി വെജിറ്റബിൾ, ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ്. ഇപ്പൊ നമുക്ക് രണ്ട് ഉപ്പേരി ഒന്നും രാവിലെ ഉണ്ടാക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരത്തില്ല. ഏറ്റവും നല്ലത് കുറച്ച് ചോറെടുക്കുക, ഒരു അത്രയും പോർഷൻ തന്നെ നന്നായിട്ട് ഉപ്പേരി കഴിക്കുക. എന്തെങ്കിലും ഉപ്പേരി നമുക്ക് വീട്ടിൽ കിട്ടുന്ന ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുക. അതോടൊപ്പം തന്നെ സാലഡ്സ്, നമ്മുടെ ലോക്കലി കുക്കുംബർ, ടൊമാറ്റോ, ക്യാരറ്റ്സ് ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ള സാലഡ്. ഇപ്പൊ ഇത്രയെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നിയന്ത്രിക്കാൻ പറ്റും. കാർബോഹൈഡ്രേറ്റ് കുറച്ചേ നമ്മൾ കഴിക്കത്തുള്ളൂ, ഫൈബർ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. ഇതിന്റെ ബെനിഫിറ്റ് എന്താ? നമുക്ക് നല്ല ഗ്ലൈസമിക് കൺട്രോൾ കിട്ടും. ഒന്നാമത്തെ കാര്യം, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകത്തില്ല. രണ്ടാമത്തെ കാര്യം, ഫീലിംഗ് ഓഫ് സറ്റൈറ്റി മിക്കവാറും ഉണ്ടാകുന്ന എല്ലാം കാരണം ഈ കാർബോഹൈഡ്രേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ കാർബോഹൈഡ്രേറ്റ് നിയന്ത്രിച്ച് ഫൈബറിന്റെ അളവ് കൂട്ടണം. പറ്റുമെങ്കിൽ ഒരു സാലഡും ഒരു ഉപ്പേരി. ഇപ്പൊ അത് പറ്റുന്നില്ലെങ്കിൽ 2 ഉപ്പേരി ആയാലും കുഴപ്പമില്ല. പക്ഷെ 50% നിങ്ങളുടെ പ്ലേറ്റ് ചെറുതാക്കിക്കോളൂ. പക്ഷെ 50% ഓഫ് ദി പ്ലേറ്റ് ഷുഡ് ബി വെജിറ്റബിൾസ്. പിന്നെ ഒരു പോർഷൻ എന്താ വേണം? പ്രോട്ടീൻ. അത് നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും വെജിറ്റേറിയൻ, ഇപ്പൊ നോൺ വെജ് മാത്രമേ നല്ലതൂ അങ്ങനെയൊന്നും നമുക്ക് പറഞ്ഞ എല്ലാവർക്കും ആ ഒരു സാധിക്കുകയല്ല പല സമയത്തും. ഫിഷ് ആണ് ഏറ്റവും നല്ല പ്രോട്ടീൻ സോഴ്സ്. കമ്പയർഡ് ടു മീറ്റ്, ഫിഷ് ആണ് ഏറ്റവും നല്ലത്. ലോക്കലി ഏറ്റവും നല്ലത് ചെറിയ മീനുകളാണ് ഏറ്റവും നല്ലത്. ചെറിയ മീനുകളാവുമ്പോൾ നല്ല വലിയ മീനുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മെർക്കുറി, ലെഡ് പോയിസണിങ്ങിനുള്ള സാധ്യതയുണ്ട്. ഡീപ്പ് വാട്ടർ ഫിഷിന് മെർക്കുറി, ലെഡ് പോയിസണിങ്ങിനുള്ള സാധ്യത ഉണ്ട്. അത് തുടരുതെന്നല്ല ഞാൻ പറഞ്ഞത്. റെഗുലർ ആയിട്ടുള്ള ഇൻടേക്കിന് ചിലപ്പം ഇതിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും നല്ലത് സ്മോൾ ഫിഷസ് വിത്ത് കുഞ്ഞു മീനുകൾ, അതായത് മത്തി, അയല, നത്തല് അങ്ങനത്തെ ചെറിയ മീനുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ്, ഫിഷ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു 100 ഗ്രാം ഫിഷ് കഴിച്ചാൽ നമുക്കൊരു 14-15 ഗ്രാം 16 ഗ്രാം പ്രോട്ടീൻ കിട്ടുമ്പോൾ ഒരു ഫുൾ കട്ടോരി ഓഫ് പൾസസ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെറും 5-6 ഗ്രാം പ്രോട്ടീൻ. അപ്പം ഫിഷ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് 2-3 ബെനിഫിറ്റ് ഉണ്ട്. പ്രോട്ടീൻ ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീൻ ആണ്, അത് കിട്ടും. അതുപോലെ തന്നെ എല്ലാ അമിനോ ആസിഡ്സും അടങ്ങിയ പ്രോട്ടീൻ ആണ് ഫിഷിൻ്റെത്. കഴിക്കുമ്പോൾ നമുക്ക് omega-3 ഫാറ്റി ആസിഡ്സിന്റെ ലഭ്യതയും വളരെ കൂടും. സോ ഇങ്ങനത്തെയുള്ള ആഡഡ് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് ഫിഷ് കഴിക്കുന്നത് നന്നായിട്ടാണ്. വല്ലപ്പോഴും ചിക്കൻ ഒക്കെ ആകാം. റെഗുലർലി ഉള്ള ചിക്കന്റെ ഉപയോഗം എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ കുറയ്ക്കുന്നതാണ് നല്ലത്.
എനിക്ക് ഇവിടെ കുറെ പേഷ്യൻസ് മേ ബി അവരുടെ വെജിറ്റബിൾ ഇൻടേക്കും കുറവായതുകൊണ്ട് ആകാം, റെഗുലർലി ഫിഷ് ചിക്കൻ കഴിക്കുന്നവരിൽ ഇൻഫെർട്ടിലിറ്റി റേറ്റ്, PCOD ഇതൊക്കെ വളരെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. മേ ബി ചിക്കൻ പണ്ടത്തെ ചിക്കൻ പോലെ അല്ല നമ്മുടെ 35 ദിവസം കൊണ്ടാണ് ഒരു കോഴിയുടെ വലിപ്പം എത്തുന്നത്. ഇതിന്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം നമ്മുടെ ബോഡിയിലും അതിനനുസരിച്ചുള്ള വേഗത്തിലുള്ള മച്ചോറിറ്റിക്ക് കാരണമാകാം. അതൊക്കെ ഒരു റീസൺ ആകാം. പക്ഷെ അതിനകത്ത് കൂടുതൽ സ്റ്റഡീസ് ഒന്നും വരുന്നില്ല. പക്ഷെ ദിസ് ഇസ് മൈ ഹോൾ പേഴ്സണൽ എക്സ്പീരിയൻസ്. കുറച്ച് ചിക്കൻ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് 10 കിലോ വെയിറ്റ്, ഒരു 10% ഓഫ് ദി പ്രസന്റ് വെയിറ്റ് കുറയ്ക്കുമ്പോഴത്തേക്ക് ഇൻഫെർട്ടിലിറ്റി ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ കൺസീവ് ആകുന്നവര്, PCOD പ്രോബ്ലംസ് ഒക്കെ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. വെയിറ്റ് റിഡക്ഷനും റൈറ്റ് amount ഓഫ് റൈറ്റ് കൈൻഡ് ഓഫ് ഫുഡ് കൺസംഷനും കൂടെ ആവുമ്പോൾ അത് വളരെ ബെനിഫിറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. സോ നമ്മുടെ ലഞ്ചിന്റെ പ്ലേറ്റിന്റെ സൈസ് ഞാൻ പറഞ്ഞു, 50% വെജിറ്റബിൾസ്, 1 പോർഷൻ കാർബോഹൈഡ്രേറ്റ്, 1 പോർഷൻ പ്രോട്ടീൻ. ഏറ്റവും നല്ല 4 മണിക്ക് നമ്മളെല്ലാം എപ്പോഴും നമ്മൾ പോകുന്നത് ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ 4 മണി പ്രോഗ്രാം, ടീയുടെ കൂടെ എല്ലാവരും സമോസയോ വടയോ ഇതൊക്കെ ആയിരിക്കും. എങ്ങനെയാണ് ഈ വട സമോസ ഇവരുണ്ടാക്കുന്നത്? സെയിം എണ്ണ റീഹീറ്റ് ചെയ്ത്, എല്ലാം പറയാ ഇത് അഴുക്കാണ്, പക്ഷെ എന്നാലും നമ്മൾ ഇത് ഉപയോഗിച്ച 10 ലിറ്റർ എണ്ണയാണ് അതിനകത്തേക്ക് ഒഴിച്ചേക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞ കുക്ക് പറഞ്ഞു, ആദ്യം ഈ പഴംപൊരി നോൺ സ്പൈസ് ഇല്ലാത്ത, അത് ഓരോ സ്റ്റേജ് അനുസരിച്ചാണ്. കൂടുതൽ ആ എരിയുള്ള സാധനമൊക്കെ ലാസ്റ്റിലേക്ക് വെക്കും. അവസാനം ആകുമ്പോഴത്തേക്ക് എണ്ണയൊക്കെ നല്ല കറുത്ത് ഭയങ്കരമായിട്ട് അതുകൊണ്ട് ഊറ്റും. എന്നിട്ട് പിന്നെ അതിനകത്ത് ഫ്രൈ ചെയ്യും. ബാക്കിയുള്ള എണ്ണയാണ് നമ്മുടെ തട്ടുകടക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ശരിക്കും അത് തന്നെയാണ് സംഭവിക്കുന്നത്. സോപ്പ് ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ് അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. പക്ഷെ ഇതെല്ലാം സപ്ലൈ ചെയ്യുന്നത് തട്ടുകടകളിലേക്കാണ്. അതുകൊണ്ടാണ് ഇത്രയും ചീപ്പായിട്ട് അവർക്ക് ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. മേ ബി കാരണം ഇത്രയും, അല്ലാതെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം വെച്ചിട്ട് ഇത്രയും ചീപ്പായിട്ട് കൊടുക്കാൻ സാധിക്കില്ലല്ലോ. മേ ബി അതായിരിക്കാം ഒരു റീസൺ. സോ ഈ റിപ്പീറ്റഡ്ലി ഹീറ്റ് ചെയ്യുന്ന എണ്ണ, നമ്മൾ ഒരു പ്രാവശ്യം ഹീറ്റ് ചെയ്തു പിന്നെ റിപ്പീറ്റഡ്ലി ബോയിൽ ചെയ്ത് ഉള്ള എണ്ണ, നമ്മുടെ ക്യാൻസർ വരെയുള്ള അസുഖങ്ങൾക്ക് ഒരു മെയിൻ റീസൺ ഇതാണ്, റീഹീറ്റഡ് ഓയിൽ. അതുകൊണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ അത് അവോയ്ഡ് ചെയ്യണം. വൺസ് ഇൻ എ വൈൽ, വൺസ് ഇൻ എ മന്ത്, വൺസ് ഇൻ 2 വീക്സോ വല്ലപ്പോഴും ഒന്ന് കഴിച്ചാൽ ഇറ്റ്സ് ഓക്കെ. കഴിവതും ഇങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കുക. അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് പൊരിച്ച് എടുക്കുക. പിന്നെ ആ എണ്ണ ഒത്തിരി എണ്ണയാണെങ്കിൽ കഴിയണം, അത് നിങ്ങൾക്ക് സീസണിങ്ങിന് അന്നേരം തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത്ര ഒത്തിരി റീഹീറ്റ് ചെയ്താണെങ്കിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ അത്യാവശ്യമാണെങ്കിൽ, അല്ലെങ്കിൽ കഴിവതും കളയുന്നതാണ് ഏറ്റവും അഭികാമ്യം. അതുകൊണ്ട് കഴിവതും ഈ ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഒഴിവാക്കിയാൽ ഏറ്റവും നന്ന്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആണ് ബിരിയാണി. ബിരിയാണിയുടെ മെയിൻ ഡാൽഡ ചേർത്തില്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഇല്ല എന്നാ പറയുന്നത്. എല്ലായിടത്തും ഡാൽഡ ചേർക്കും, കുറച്ചെങ്കിലും പ്രൊപ്പോർഷൻ ആയിരിക്കും. ഡാൽഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ് ഫാറ്റ് ആണ്. നമ്മൾ ഒരു ബിരിയാണി കഴിക്കുമ്പോൾ അതിനകത്തെ ഒരു കാലറി എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും ഒരു 600 കാലറീസ് എങ്കിലും മിനിമം കാണും ഒരു ബിരിയാണി. അപ്പൊ അതും ഏതാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന ഫാറ്റ്? അത് നോൺ വെജ് ഉപയോഗിക്കുന്നു, നോൺ വെജിലുള്ള സാച്ചുറേറ്റഡ് ഫ്ലാറ്റ് പ്ലസ് നമുക്ക് കിട്ടുന്ന ട്രാൻസ് ഫാറ്റ്. ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ ഓയിലേക്ക് ഹൈഡ്രജൻ കടത്തി വിടുമ്പോൾ അതിനെ സ്റ്റേബിൾ, റൂം ടെമ്പറേച്ചറിൽ അതിനെ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് ട്രാൻസ് ഫാറ്റ്. അതാണ് നമ്മുടെ ഈ ഡാൽഡ, വനസ്പതി പോലത്തെ സാധനങ്ങൾ. ഹാർട്ടിന് ഏറ്റവും ദൂഷ്യം ചെയ്യുന്നതും LDL ലെവൽ ഏറ്റവും കൂട്ടുന്നതുമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ട്രാൻസ് ഫാറ്റ്. നമ്മുടെ എല്ലാ ബിസ്ക്കറ്റിനകത്തും, എല്ലാ പിന്നെ കേക്കിനകത്തും, അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം, ഇങ്ങനത്തെ നമ്മുടെ എല്ലാ സാധനത്തിനും, ബേക്കറിയിലെ ഒരു ഐറ്റം ഇല്ല പിന്നെ ഈ ഇതില്ലാത്ത സാധനം, ട്രാൻസ് ഫാറ്റ് ഇല്ലാത്ത. അത്ര പ്രിയമാണ് നമ്മളുടെ കുട്ടികൾക്ക്. 4 മണിക്കാണെങ്കിൽ സ്നാക്സ് ആയിട്ട് കേക്ക്, ഇതൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പപ്സ്, ഇത് ലെയേർഡ് ഓഫ് ഫാറ്റ് ആഡ് ചെയ്താണ്, ട്രാൻസ് ഫാറ്റ് ആഡ് ചെയ്തിട്ടാണ്. എണ്ണ ഉപയോഗിച്ച് അവർക്ക് അത്രയും പഫ്നെസ് കിട്ടത്തില്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ട്രാൻസ് ഫാറ്റ് ഇത്രയും ലെയറിൽ അവർ ചേർത്തിട്ടാണ് ഈ പപ്സ് പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ ആഹാര രീതി എവിടെ പോയി? അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ബിരിയാണി കഴിക്കുന്നു, ഇതൊക്കെ വെളിയിൽ നിന്ന് കഴിക്കും. ഒരു സദ്യയുണ്ട്, വിരുന്നുണ്ട്, പിന്നെ എവിടെ വെളി 2 ദിവസം ആകും തോറും നമുക്കിത് എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പം അതിനനുസരിച്ച് ബാലൻസ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലെയുള്ള ജീവിതശൈലി അസുഖങ്ങൾ ഉണ്ടാകാം. നമ്മളൊരു ബിരിയാണി കഴിക്കുമ്പോൾ നമ്മുടെ ഞാൻ മുമ്പേ പറഞ്ഞ പ്ലേറ്റിന്റെ കൺസെപ്റ്റ് എവിടെ പോയി? നമുക്ക് ആ 50% വെജിറ്റബിൾസ് എവിടെ? പ്രോട്ടീന്റെ സോഴ്സ്, കൂടുതൽ പ്രോട്ടീൻ, കൂടുതൽ കാർബോഹൈഡ്രേറ്റ്, കുറെ ഫാറ്റ്. ആ വെജിറ്റബിൾ സീറോ, നോ ഫൈബർ ഇൻ ദ ഡയറ്റ്, ഹൈ കാലറി. അതാണ് സംഭവിക്കുന്നത്. അതുപോലെ 4 മണി പലഹാരം കഴിവതും ഏറ്റവും നല്ല നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അവല്, നമ്മുടെ പിന്നെ ഈ എന്താ പറയുന്നത്, നമ്മുടെ അവലുപ്മാവ്, അതുപോലെ തന്നെ നമുക്ക് ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പോഴും നമ്മുടെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രോക്കൺ വീറ്റ് വെച്ചിട്ട് ഉപ്മാവ് ഉണ്ടാക്കാം. അതുപോലെ അവല് വെച്ചിട്ട് ഉപ്മാവ് ഉണ്ടാക്കാം. അതുപോലെ അവല് നനയ്ക്കാം, ശർക്കര, നട്ട്സ് ഒക്കെ ചേർത്തിട്ട്, കശുവണ്ടി, കപ്പലണ്ടി ഇതൊക്കെ ചേർത്തിട്ട് അവല് നനയ്ക്കാം ശർക്കര വെച്ചിട്ട്. അതൊക്കെ എത്ര ഹെൽത്തിയാണ്. എള്ളുണ്ട റിച്ച് സോഴ്സ് ഓഫ് കാൽഷ്യം ആണ്. കുട്ടികൾക്ക് ഈ മറ്റ് സ്നാക്സ് ഒക്കെ കൊടുക്കുന്നതിന് പകരം നമുക്ക് തന്നെ പിന്നെ ഈ സാധനം ചിക്കീസ് പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കാം. നട്ട്സ് ഏറ്റവും നല്ല വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള സാധനമാണ് നട്ട്സ്. നല്ല ഫില്ലിങ്ങുമാണ്. എന്തുകൊണ്ട് നമ്മുടെ ആ സംസ്കാരം ആ രീതിയിലേക്ക് മാറുന്നു? പാക്ഡ് ഫുഡ്, പല കളറിലും രുചിയിലും ഉള്ള പാക്ഡ് ഫുഡാണ് നമ്മുടെ കുട്ടികൾക്ക് പ്രിയം. അപ്പം ഈ രീതി ആ കുട്ടികളെ അതനുസരിച്ച് മനസ്സിലാക്കുകയും ചെറിയ രീതിയിൽ തന്നെ, ചെറിയ സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച് ഒരു അവബോധം വരുത്തുകയും ഒക്കെ ചെയ്താൽ വളരെ നല്ലത്. കഴിഞ്ഞ ദിവസം ഒരു ബ്രദർ 116 കിലോയും സിസ്റ്റർ 114 കിലോയുമാണ്. അപ്പം ഇവരുടെ എങ്ങനെങ്കിലും ഈ വെയിറ്റ് ഒന്ന് കുറയ്ക്കണം. ഇൻസുലിൻ റെസിസ്റ്റൻസ്, കഴുത്തിന്റെ പുറകെ മുഴുവൻ ബ്ലാക്ക് കളർ, അസ്കാൻഡോസിസ് നൈഗ്രിക്കൻസ് എന്ന കണ്ടീഷൻ. അങ്ങനെ അവർക്ക് ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ട് പഠിത്തമൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ എന്നെ കൺസൾട്ട് ചെയ്തു. അപ്പൊ ഞാനൊരു പ്രോപ്പർ ഡയറ്റ് ഒക്കെ കൊടുത്ത് അവർ ഭയങ്കര കൺവിൻസ്ഡ് ആയി. അവര് വീട്ടില് പോയി, ഞാൻ നിന്ന് ഒരാഴ്ച ഫോളോ ചെയ്തിട്ട് എന്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച വന്നു. പിള്ളേര് കഴിക്കുന്നില്ല. എല്ലാം അവര് കുക്കിനെ വെച്ചു, എല്ലാം ഈ പറഞ്ഞ ചാർട്ട് അനുസരിച്ച് എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ അനുസരിച്ചുള്ള ഡയറ്റ് കൊടുത്തു. കുട്ടികൾ കഴിക്കുന്നു. ഞാൻ കുട്ടികളെ തന്നെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ഉടനെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതെല്ലാം ഉണ്ടാക്കി വെക്കുന്നുണ്ട്, പക്ഷെ എന്റെ പിന്നെ പേരൻസിന് പണ്ടത്തെ ബ്രോസ്റ്റും ചിക്കനും എല്ലാം അതുപോലെ വേണം. എങ്ങനെ കുട്ടികൾ ഫോളോ ചെയ്യും? നമ്മൾ ഒരു പ്രിസ്ക്രൈബ്ഡ് ഡയറ്റ് നമ്മൾ തന്നെ മാതൃകയാകണ്ടേ, അല്ലാതെ കുട്ടികൾക്ക് വേണ്ടി ഇതൊക്കെ നല്ലതാണ്, നിങ്ങൾ ഇതൊക്കെ കഴിക്കണം. കുട്ടികൾ, നമ്മൾ പേരൻസ് എപ്പോഴും മാതൃകയായിരിക്കണം. ടൈമിന് കഴിക്കുന്നതും കുട്ടികളെ കൊണ്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതും ഫാമിലി ടൈമും ഇതൊന്നും ഇല്ലല്ലോ ഇപ്പൊ. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു എപ്പോഴും ഒരു നമ്മളിങ്ങനെ കുട്ടികളെ നമ്മൾ മാതൃകയാക്കി കാണിച്ചു കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് തോന്നുന്നു. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ഫോഴ്സിങ് ദം ടു ഈറ്റ് സംതിങ്, യു ഹാവ് ടു ബി എ റോൾ മോഡൽ ഫോർ ദം. അതാണ്. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരും ചെയ്യും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ച് ആ ശീലം ആയിക്കോളൂ. അപ്പം 3 ദിവസമെങ്കിലും നമ്മുടെ ഈ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ലീഫ് വെജിറ്റബിൾസ്, നമ്മുടെ ഈ പിന്നെ മുരിങ്ങയില, ചീര, വേലിച്ചീര, തഴുതാമ, മത്തന്റെ ഇല, ഇതൊക്കെ ഒന്ന് കൊടുത്തു നോക്കിയ കുട്ടികൾക്ക്. അത് ആദ്യം ചിലപ്പോൾ കഴിക്കാൻ വിസമ്മതമായിരിക്കാം, പക്ഷെ നമ്മൾ ആഡ് ചെയ്യണം. എല്ലാ ദിവസവും ആഴ്ചയിലെ ഓരോ പെർട്ടിക്കുലർ ഡേ അത് ആഡ് ചെയ്യണം. മേ ബി അത് ലേറ്റർ ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ അങ്ങനെ പറ്റുള്ളൂ. ചെറിയ പ്രായം തൊട്ടേ നമ്മൾ ഇങ്ങനത്തെ ശീലങ്ങൾ കുട്ടികൾക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ വീട്ടിലെ സംസ്കാരമേ മാറി മാറി വരും. കുട്ടികൾ എന്ത് കഴിഞ്ഞു? ഇന്ന് എനിക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ഡെവലപ്മെന്റ് ഡിലേ ആണ്. കീറ്റോജനിക് ഡയറ്റ് പ്ലാൻ ചെയ്യേണ്ട ഒരു കുട്ടിയാണ്. എപ്പിലെപ്സിയുടെ ഡയറ്റ് ആണ്. ഞാൻ റൂമിൽ ചെന്നപ്പോൾ നോക്കിയപ്പോൾ കൊച്ചൊന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് ഒരു ഫുൾ ടിൻ നിറയെ പ്രിങ്കിൾസ് ആണ് കുട്ടി കഴിക്കുന്നത്. 3 വയസ്സുള്ള കുട്ടിയാണ്. പ്രിങ്കിൾസ് ആണ് കുട്ടിക്ക് രാവിലെ തൊട്ട് അത് 1ഉം 2ഉം ബോട്ടിൽ അതേ കഴിക്കുന്നുള്ളൂ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കുട്ടിക്ക് കടയിൽ നിന്ന് കണ്ടതും ഇതിന്റെ ടേസ്റ്റ് അറിഞ്ഞതും അല്ല 3 ഇയേഴ്സ് ഉള്ള കുട്ടി. പക്ഷെ ഇതാണ് നമ്മളുടെ ശീലം. നമ്മളാണ് ഓരോന്നും ടേസ്റ്റ് കുട്ടികൾക്ക് കൊടുക്കുന്നതും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. അപ്പം ഡെഫിനറ്റ്ലി നല്ല നല്ല കാര്യങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് ഒരു റോൾ മോഡലായി നമ്മളും ചെയ്യുക. നമ്മുടെ ട്രഡീഷനിലും അത് വേണം. അപ്പൊ പണ്ടൊക്കെ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ സെയിം ഐറ്റം ആയിരിക്കും 4 മണിക്ക് ചെന്നാൽ വീട്ടിൽ എന്തെങ്കിലും സ്നാക്സ് കഴിക്കുന്നത്. അല്ലാതെ നമുക്ക് ഹോട്ടലിൽ നിന്നുള്ള ചായക്കടയിൽ നിന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കില്ല. അതെല്ലാം കഴിക്കുമായിരുന്നു കുട്ടികൾ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും പോരാ. അവർക്ക് വീട്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ പേരൻസിന്റെ പബ്സ് വേണം, മീറ്റ് റോൾ വേണം, പിന്നെ
പിസ വേണം, ലൈഫ് സ്റ്റൈലിലേക്ക് വരികയും അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് പിന്നെ പറഞ്ഞ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പേരൻസിനെല്ലാം ഇത്രയും കോമ്പറ്റീഷൻ ആയതുകൊണ്ട് അവർക്ക് ഫിസിക്കൽ എക്സസൈസിനുള്ള സമയം തന്നെ ഇല്ല. ഫുൾ ടൈം ക്ലാസിന്റെ മുന്നിൽ ഇരിക്കുകയാണ്. നമ്മളിപ്പോ സ്റ്റഡീസ് പറയുന്നത് അരമണിക്കൂറിൽ കൂടുതൽ ഒരു സ്ഥലത്ത് കണ്ടിന്യൂസ് ഇരിക്കുകയാണെങ്കിൽ, നമ്മളിപ്പം കണ്ടിന്യൂസ് ഇരിക്കുകയാണ് ഇപ്പൊ കുറെ നേരമായിട്ട്, കണ്ടിന്യൂസ് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ അബ്ഡോമിനൽ ഏരിയയിലേക്ക് ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യും. ഇപ്പൊ എനിക്ക് പല പേഷ്യൻസും വരുന്നുണ്ട്, അവർ രാവിലെ 1 മണിക്കൂർ എക്സസൈസ് ചെയ്യും, വൈകിട്ടും പിന്നെ ഭയങ്കര ആക്റ്റീവ് ആണ്. പക്ഷെ അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഓഫീസ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു ചെയറിൽ ഇരിക്കുകയാണ്. അവർക്ക് വണ്ണമൊന്നുമില്ല, പക്ഷെ അബ്ഡോമിനൽ ഏരിയയിൽ ഫാറ്റ് ഡിപ്പോസിഷനാണ്. ഇതിന്റെ മെയിൻ റീസൺ സിറ്റിംഗ് ഫോർ എ ലോങ് ടൈം അറ്റ് വൺ പ്ലേസ്. ഇപ്പം പറയുന്നത് സിറ്റിംഗ് ഇസ് സെക്കൻഡ് ടു സ്മോക്കിംഗ് എന്നാ. അപ്പം സ്മോക്കിംഗ് കഴിഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് ഇരിപ്പ്. അപ്പൊ നമ്മൾ എല്ലാ അരമണിക്കൂറിലും കൂട്ടി കുറച്ചൊരു മൂവ്മെന്റ്സ്, ഈവൻ ടീച്ചേഴ്സിനാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ ആക്ടിവിറ്റീസ് കൊടുത്ത് ഒന്ന് മൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. എപ്പോഴും മൂവ്മെന്റ്സ് ഒരു 2 മിനിറ്റ് മതി. നമ്മുടെ മെറ്റബോളിസത്തെ ബൂസ്റ്റ് ചെയ്യാൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സിറ്റിംഗ് ഫോർ എ ലോങ് ടൈം. ഈ എസ്പെഷ്യലി കമ്പ്യൂട്ടറിന്റെ മുന്നിലൊക്കെ കുട്ടികൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നത് തന്നെ അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ ഡിന്നറിലേക്ക് ഞാൻ വരാം. എപ്പോഴും ഒരു 7, ഞാൻ മുമ്പേ സാറ് പല ക്വസ്റ്റ്യൻസും ചോദിച്ചിരുന്നു, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ടൈമിന്റെ കാര്യമാണ്. നമുക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയലി നമ്മുടെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് 3 hours മുമ്പേ കഴിച്ചൊരു ഡൈജഷൻ ഇപ്പം കുറെ റിസർച്ചസ് പിന്നെ നിങ്ങൾ സർക്കേഡിയം ഋതം എന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. അതായത് നമ്മുടെ സൂര്യൻ ഉദിക്കുന്നതിനും അസ്തമിക്കുന്നതിനും അനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന റിതമിറ്റിക് ചേഞ്ചസ്, അതായത് നമ്മൾ ഉറങ്ങുന്നത് സമയം, എഴുന്നേക്കുന്ന സമയം, ഇതൊക്കെ. അപ്പൊ രാത്രി 10 o'clock-നും 5 o'clock-നും ഇടയ്ക്ക് പിന്നെ നല്ല സ്ലീപ്പ് കിട്ടാത്തവർക്ക് ജീവിതശൈലി അസുഖങ്ങൾ വളരെ കൂടുതലായിട്ടാണെന്ന് കാണുന്നത്. അതായത് ഒരു വർഷം ഒരു 50 ദിവസത്തിൽ കൂടുതൽ രാത്രിയിൽ 10 മണിക്കും 5 മണിക്കും ഇടയ്ക്കുള്ള സമയം പ്രോപ്പർ സ്ലീപ്പ് കിട്ടാത്തവർക്ക് ജീവിതശൈലി അസുഖങ്ങൾ കൂടുതലായിട്ടാണ് കാണുന്നത്. ഒരു മിനിമം ഒരു 50, ചിലപ്പോൾ പല കാരണത്താൽ നമുക്ക് എക്സ്റ്റൻഡഡ് ടൈം ഇരിക്കേണ്ടി വരും ചില സമയങ്ങളിലെങ്കിലും. പക്ഷെ അതൊരു 50 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനെ തീർച്ചയായിട്ടും അഫക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ ഐഡിയൽ ടൈം ഫോർ ലഞ്ച്, ഡിന്നർ എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് you should be having your dinner so at least by 7:30 എങ്കിലും നിങ്ങൾ ഡിന്നർ കഴിച്ചിരിക്കണം. അപ്പൊ 7 കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ്. ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ്, അത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഈവൻ നമ്മുടെ നോബൽ പ്രൈസ് കിട്ടിയത് പോലും ഇതാണ്, ഈ ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മുടെ ശരീരത്തിന് തന്നെ റിപ്പയറിങ്ങിനുള്ള ഒരു സമയമില്ല. പണ്ട് നമ്മൾ സ്മോൾ ഫ്രീക്വന്റ് മീൽസ് പറയുമായിരുന്നു, ഇതിപ്പോഴും പറയും. പക്ഷെ അത് ചില ആൾക്കാരിൽ ഭയങ്കരമായിട്ട് അസിഡിറ്റി ഉണ്ട്, അങ്ങനത്തെ പ്രശ്നം, ഹൈപ്പോഗ്ലൈസീമിയ, ചില മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉള്ളവർക്കൊക്കെ ചിലപ്പം പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയെന്ന് പാല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഷ് കഴിച്ചിട്ടില്ല എങ്കിൽ ഹൈപ്പോഗ്ലൈസിമിയ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇൻസുലിൻ എടുക്കുന്നവർ. ഇങ്ങനെ അല്ലാത്ത നോർമൽ ഇൻഡിവിജ്വൽ വിത്തൗട്ട് മച്ച് സൈഡ് പ്രോബ്ലം, ഡയബറ്റിക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ എപ്പോഴും ഈ ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ്, ഒരു വിൻഡോ പീരീഡ് ഓഫ് ഈറ്റിംഗ് ഒരു 12 മണിക്കൂറെങ്കിലും വെക്കുന്നത് വളരെ നല്ലതാണ്. ഐഡിയൽ ബോഡി വെയിറ്റ് ആകാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആകാൻ ഹെൽപ്പ് ചെയ്യും. ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ടൈം റെസ്ട്രിക്ഷൻ. സോ ഏറ്റവും നല്ലത് രാത്രിയിൽ ഒരു 7 മണി, നിങ്ങൾക്ക് അത് എത്രയും കുറച്ച് വരുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു മിനിമം നിങ്ങൾ ഒരു 8 തൊട്ട് 8 മണി വരെയെങ്കിലും, അതായത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മേ ബി രാത്രിയിൽ ഒരു 7 o'clock-ന് നിങ്ങൾക്ക് ഡിന്നർ കഴിക്കാൻ പറ്റിയില്ല എങ്കിൽ ഒരു 8 മണിക്കെങ്കിലും ഡിന്നർ കഴിക്കുക. 8 മണിയാവുമ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് മീൽ കഴിയുക. എന്നിട്ട് രാവിലെ ഒരു 8, അപ്പം 12 മണിക്കൂർ നമ്മൾ ആഹാരം കഴിക്കാത്ത വിൻഡോ ആയി. ആ സമയം നിങ്ങൾക്ക് വെള്ളം ഇഷ്ടം പോലെ കുടിക്കാം. അപ്പൊ ഇതൊരു സെൽഫ് ഹീലിംഗിനുള്ള ഒരു സമയമാണ്. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അല്ലാത്ത സമയത്ത് ഹെൽത്തിയും ബാലൻസ്ഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അറ്റ് ടൈം കഴിക്കുന്നതിന്റെ കായിട്ട് കൂട്ടണ്ട. രാവിലെ ഞാൻ പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞു, ഒരു 10 മണിയാകുമ്പോൾ നമ്മൾ ഈ ഒത്തിരി സാധനങ്ങൾ അറ്റ് ടൈം കഴിക്കത്തില്ലാത്തതുകൊണ്ട് നമുക്കൊരു ഓട്ടോമാറ്റിക്കലി ഒരു 10 ആകുമ്പോൾ വിശക്കും.
ഏറ്റവും നല്ലത് മിഡ് മോർണിംഗിൽ ഒരു ഫ്രൂട്ട് ആണ്. സാർ ചോദിച്ചിരുന്നു ആഹാരം അതിന് മുമ്പേ കഴിക്കണോ അതോ ഏറ്റവും നല്ലത് ഇൻ ബിറ്റ്വീൻ കഴിച്ചാൽ നമുക്ക് ആ ഷുഗർ താന്നു പോയി നമ്മളൊരു ഹൈപ്പോയിലും അല്ലെ ഭയങ്കര ഓവർ വിശപ്പ് ഇതുണ്ടാകാതിരിക്കും. സമയമുണ്ട്. അപ്പം ഒരു സെഡൻഡറി വർക്കറിനെ സംബന്ധിച്ച്, ഒരു മോഡറേറ്റ് വർക്കറിനെ സംബന്ധിച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുക, ബാലൻസ്ഡ് ആയിട്ടുള്ള സമീകൃത ആഹാരം കഴിക്കുക. അതിനുശേഷം ഒരു 10 മണിയാകുമ്പോൾ അത് ബ്രേക്ക് ചെയ്ത് പറ്റുമെങ്കിൽ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം, ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇട്ടിട്ട്, അല്ലെങ്കിൽ മോരും വെള്ളം ഏറ്റവും നല്ലതാണ്. മോരെന്ന് പറഞ്ഞ സാധനം, അതിലെ തൈര്, ഇത് പ്രോബയോട്ടിക് ആണ്. അതായത് നമ്മുടെ ബെനിഫിഷ്യൽ ബാക്ടീരിയയുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് മോര് തൈരിനകത്തുള്ളത്. പ്രോബയോട്ടിക് എന്ന് പറയും. പിന്നെ അത് ഡെഫിനറ്റ്ലി എല്ലാ ദിവസത്തെ ആഹാരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് ആന്റിബയോട്ടിക് ഒക്കെ എടുക്കുന്നവർക്ക് ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയ മുഴുവൻ നമ്മുടെ ശരീരത്തിലെ നശിച്ചു പോകും. ആ സമയത്ത് തൈര് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അത് ഹോം മെയ്ഡ് തൈരാണ്, അല്ലാതെ നമ്മൾ ഈ വാങ്ങിക്കുന്ന കട്ടത്തൈരല്ല. അതിനകത്ത് ആർട്ടിഫിഷ്യൽ പിന്നെ ഇത് ചേർത്തിട്ടായിരിക്കും അത് ഫെർമെന്റ് ചെയ്യുന്നത്. നമുക്ക് അത് അതിന്റെ തന്നെ ഒരു സ്പെസിമെൻ എടുത്ത് നമ്മളൊന്ന് ഫെർമെന്റ് ചെയ്യാൻ നോക്കിയാൽ നമ്മുടെ പാൽ അത് തൈരാകത്തില്ല. സോ എപ്പോഴും പറ്റുമെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈര്, എല്ലാ ദിവസവും തൈര് അല്ലെ മോര് ഒരു 10 o'clock ആകുമ്പോൾ നിങ്ങൾ കഴിക്കുക. ഒരു ഗ്ലാസ് മോര് കുടിക്കാം, വേണമെങ്കിൽ ഒരു ഫ്രൂട്ട് കഴിക്കാം. ലഞ്ച് ഒരു 12:31 ആകുമ്പോൾ കഴിക്കാൻ ശ്രമിക്കുക. ലഞ്ച് കഴിഞ്ഞ് ഫ്രൂട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുന്നതായിരിക്കും ഒരു നല്ലത്. കാരണം ഈ ഡയബറ്റിക് അങ്ങനെ കുറച്ച് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ഇമീഡിയറ്റ്ലി നമ്മൾ ഇത്രയും ഒരു ഹൈ കാലറിയുടെ കൂടെ ഒരു ഫ്രൂട്ട് കൂടെ കഴിച്ചാൽ പെട്ടെന്ന് ഷുഗർ ലെവലിലുള്ള വേരിയേഷൻസും കാണും. സോ എപ്പോഴും ഇടവേളകളിൽ കഴിക്കുന്നതാണ് നല്ലത്. 4 o'clock ഏറ്റവും ോടുള്ള ടെംപ്റ്റേഷൻ ഒക്കെ പോകും. വയറും നിറയും, നല്ല കാലറി ഡെൻസ്ഡ് ആയതുകൊണ്ട് നമുക്ക് വിശപ്പും പോകും. ഹെൽത്തി ആയിട്ടുള്ള വൈറ്റമിൻ ഇ റിച്ച് ആണ്. ഈ ഭയങ്കര നമുക്ക് ആന്റി ഓക്സിഡൻസ് ഒക്കെ റിച്ച് ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് നട്ട്സ് കഴിക്കുന്നതാണ് 4 മണി. കുറച്ച് വേറെ ഷുഗർ ഒന്നും ഇല്ലാത്തവർക്ക് നമുക്ക് പിന്നെ ബദാം, വാൾനട്ട് റിച്ച് ഇൻ omega-3 ഓൾസോ. omega-3 റിച്ച് ആയിട്ടുള്ള സാധനമാണ് വാൾനട്ട്. വെജിറ്റേറിയൻസിനുള്ള ഏക സോഴ്സ് ആണ് ഈ വാൾനട്ടിലെ omega-3. അതുപോലെ ഫ്ലാക്സീഡ്, വെജിറ്റേറിയൻസിന് ഫ്ലാക്സീഡ് ഉപയോഗിക്കാം omega-3യുടെ ലഭ്യതയ്ക്ക് വേണ്ടി. ഫ്ലാക്സീഡ് നമ്മുടെ സാധാ കടയിലൊക്കെ കിട്ടും. വെജിറ്റേറിയൻസിന് നമുക്ക് ഫിഷ്, നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ omega-3 ഫാറ്റി ആസിഡ്സ് കിട്ടാൻ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാറ്റി ആസിഡ് ആണ് omega-3 ഫാറ്റി ആസിഡ്സ്. അത് പിന്നെ ഏറ്റവും നല്ല റിച്ച് സോഴ്സ് ആണ് നമ്മുടെ മത്തി, അയല, ചൂര എന്ന് പറഞ്ഞ മീന്. അതുപോലെ ഇതിനകത്തൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. വെജിറ്റേറിയൻസിനാണെങ്കിൽ നമുക്ക് വാൾനട്ട് എന്ന് പറഞ്ഞ നട്ട്, അതുപോലെ തന്നെ ഫ്ലാക്സീഡ് ഒരിക്കലും ചൂടാക്കരുത്. അത് നല്ല ക്ലീൻ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തുടച്ചതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ച് നമുക്ക് ഒന്നീ സാലഡിന്റെ കൂടെ സ്പ്രിങ്കിൾ ചെയ്യാം, അല്ലെങ്കിൽ മോരിൽ ചേർത്ത് കഴിക്കുന്നു. മോര് അല്ലെ തൈരിനകത്ത് ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള omega-3 ഫാറ്റി ആസിഡ്സിന്റെ ലഭ്യത ഉറപ്പുവരുത്തും. അത് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും പ്രഗ്നന്റ് എല്ലാവർക്കും, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ 4 മണിക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ കപ്പലണ്ടി മുട്ടായി, എള്ളുണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടും. അധികം ഫാറ്റും ഇല്ല. ഫാറ്റ് ഉള്ളത് തന്നെ ഹെൽത്തി ഫാറ്റ് ആണ്. കൂടുതലാകണ്ട, മിതമായിട്ട് മാത്രം. മേ ബി നമുക്ക് ഈ കടലയൊക്കെ ആണെങ്കിൽ ചിലക്ക് അങ്ങനെ സോക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ബോയിൽ ചെയ്തും കഴിക്കാം. നമ്മള് നിലക്കടല ബോയിൽ ചെയ്തിട്ട് അല്പം സോൾട്ട് ഇട്ടിട്ട് അതിങ്ങനെ വേണേ കഴിക്കാം. അങ്ങനെ ഏതെങ്കിലും നട്ട്സ് ആയിരിക്കാം ഏറ്റവും ഈസി ടു ക്യാരി ആയിട്ടുള്ള സ്നാക്സ് ഇൻസ്റ്റെഡ് ഓഫ് ഫ്രൈഡ് സ്നാക്സ്. ഡിന്നർ ഷുഡ് ബി, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സെയിം പ്ലേറ്റ് കൺസെപ്റ്റ് മനസ്സിൽ കാണണം. വൈകിട്ടാണേലും ചപ്പാത്തി കഴിക്കണമെന്നൊന്നുമില്ല. ചോറ് കഴിച്ചാലോ, പത്തിരി കഴിച്ചാലോ, അപ്പം കഴിച്ചാലോ, ദോശ കഴിച്ചാലോ പ്രശ്നമില്ല. പക്ഷെ അതിന്റെ ഒക്കെ കൂടുതൽ ഫൈബറും വേണം, പ്രോട്ടീനും വേണം. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഏതെങ്കിലും സാധനം വേണം, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാധനം വേണം. അതായത് ഈ ദാറ്റ് ക്യാൻ ബി സാലഡ്, ദാറ്റ് ക്യാൻ ബി ഉച്ചക്കത്തെ ഉപ്പേരി കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് സാമ്പാർ കഴിക്കാം. ഇത് ഏതെങ്കിലും ആയാലും മതി. പക്ഷെ എന്തെങ്കിലും വേണം, ഫിഷ് കഴിക്കാം, എന്തെങ്കിലും മതി. പ്രോട്ടീൻ ഉള്ള ഒരു സാധനം വേണം, ഫൈബർ ഉള്ള സാധനം വേണം. അത് ഏർലി ഡിന്നർ ആക്കാൻ ശ്രമിക്കുക. വെള്ളത്തെ കുറിച്ച് സാർ ചോദിച്ചു. അപ്പൊ വെള്ളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണക്കനുസരിച്ച് പറഞ്ഞാല്
30 ml per kilogram ബോഡി വെയിറ്റ്, അത്രയുമാണ് നമുക്ക് ഐഡിയലി കാൽക്കുലേറ്റഡ് വെള്ളത്തിന്റെ അളവ് വേണ്ടിയത്. പക്ഷെ ഇത് ഓരോരുത്തരിലും വ്യത്യസ്തപ്പെട്ടിരിക്കും വെള്ളത്തിന്റെ അളവ്. ഞാൻ ഒത്തിരി ജോലി ചെയ്യുന്നതാണ്, വെയിലത്ത് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്ക് സ്വെറ്റിൽ കൂടെ ഒത്തിരി വെള്ളം നഷ്ടപ്പെടും. അപ്പൊ ആ സമയത്ത് ഞാൻ വെള്ളത്തിന്റെ ആവശ്യം കുറച്ചുകൂടെ എനിക്ക് കൂടുതൽ വേണ്ടി വരും. അതുപോലെ തന്നെ എനിക്ക് കിഡ്നി സ്റ്റോൺ, പാരമ്പര്യമായിട്ട് തന്നെ പണ്ട് തൊട്ട് തന്നെ സ്റ്റോൺ ഉണ്ടാകുന്ന പ്രകൃതം ഉള്ളവരാണെങ്കിൽ വെള്ള മിനിമം ഒരു 3-4 ലിറ്റർ, അതായത് 2.5 ലിറ്റർ യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടാകണം, എന്നാൽ മാത്രമേ സ്റ്റോൺ പിന്നെയും വരാതിരിക്കത്തുള്ളൂ. ആ കണ്ടീഷനിലൊക്കെ നമ്മൾ കുറച്ച് ഉപ്പും ഇതൊക്കെ ചേർന്ന വെള്ളം കുടിക്കുക, അതായത് കോക്കനട്ട് വാട്ടർ, ഇങ്ങനെ ലൈം ജ്യൂസ്, ഇങ്ങനത്തെ സാധനങ്ങൾ കുടിക്കുക. അല്ലെ ചിലപ്പം വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ വാട്ടറും ടോക്സിസിറ്റി ഉണ്ടാക്കാം, നമ്മുടെ ശരീരത്തിലെ സോഡിയത്തിന്റെ അളവൊക്കെ കുറഞ്ഞു പോകാം. അപ്പം ഭയങ്കര വെള്ളം വളരെ നല്ലതാണെന്ന് ഓർത്ത് ഇഷ്ടംപോലെ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. മിനിമം ഒരു 2 ലിറ്റർ കുടിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ 30 ml per kilogram ബോഡി വെയിറ്റ് എന്നുള്ള അനുപാതത്തിൽ എങ്കിലും നമ്മൾ വെള്ളം കുടിക്കണം. പിന്നെ ഓരോരുത്തരുടെയും ജോലി സംബന്ധമായിട്ട് വെള്ളത്തിന്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കിഡ്നി പേഷ്യന്റ്, പിന്നെ ഹൈപ്പർ പേഷ്യന്റ്, ഇവർക്കൊക്കെ വെള്ളത്തിന്റെ അളവിൽ വ്യതിയാനം ഉണ്ടാകാം. രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് വെള്ളത്തിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പൾമിനറി എഡിമ ഇങ്ങനത്തെയുള്ള കണ്ടീഷനിലൊക്കെ നമുക്ക് വെള്ളത്തിന്റെ അളവ് നിയന്ത്രിച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. അതർവൈസ് നോർമലി നമ്മൾ വെള്ളത്തിന്റെ അളവ് കാണുകയാണെങ്കിൽ ഈ രീതി അളവാണ് കഴിക്കേണ്ടത്. ഇങ്ങനെ ഒരു ബാലൻസ് ഡയറ്റ്, അതായത് ദിവസം ഒരു 5 സെർവിങ്സ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടെ ഉൾപ്പെടെ 5 സെർവിങ് കഴിക്കുക. അതായത് ഈ ഒരു സലാഡും ഒരു ഉപ്പേരിയും കൂടെ ആയി തന്നെ 2 ആയി, വൈകിട്ടോ അങ്ങനെ ആയി, രാവിലത്തെ ഒരെണ്ണം ആയില്ലേ. പിന്നെ ഒരു ഫ്രൂട്ട് കൂടെ കഴിച്ചാൽ മോർ ദാൻ ഇനഫ്. 1 or 2 fruits. No need of going for any വേറെ ഒരു സപ്ലിമെന്റിനും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ വെയിറ്റ് കൂടത്തില്ല, ഞാൻ ഉറപ്പ് പറയാം. എനിക്ക് കഴിഞ്ഞ ദിവസം പ്രോബ്ലം ഉള്ളവർ ഇത് മാത്രം ഫോളോ ചെയ്താൽ മതി, PCOD കറക്റ്റ് ആവും. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും എക്സസൈസ് വേണം. നമ്മൾ എത്ര നല്ല കാൽഷ്യം റിച്ച് ഫുഡ് കഴിച്ചാലും if you are not taking enough if you are not doing any exercise, your body won't be absorb your calcium. So vitamin D അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ഇപ്പൊ സപ്ലിമെന്റ് എടുക്കും. ഇപ്പോഴത്തെ പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ നമുക്ക് 11 തൊട്ട് 3 മണി വരെയുള്ള സൺലൈറ്റ് എന്നാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ അകത്തായിരിക്കും, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാൻ. സോ 11 മണി തൊട്ട് 3 മണി വരെയുള്ള സൺലൈറ്റിൽ 1/2 മണിക്കൂർ 25% ബോഡി പാർട്സ് എക്സ്പോസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരത്തിന്റെ സ്കിന്നിൽ കൂടെ നമുക്ക് അബ്സോർപ്ഷൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അത് എത്രമാത്രം പോസിബിൾ ആണ്, പോസിബിൾ അല്ല എങ്കിൽ നമ്മൾ ആദ്യം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, കാരണം വൈറ്റമിൻ ഡി ആവശ്യത്തിന് കിട്ടിയില്ല എങ്കിൽ കാൽഷ്യം അബ്സോർപ്ഷനെ ഹാമ്പർ ചെയ്യും, പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് അത് എൻഡപ്പ് ചെയ്യും. അതുകൊണ്ട് കഴിവതും പിന്നെ കുറച്ചെങ്കിലും സൺലൈറ്റ് കൊള്ളാൻ ശ്രമിക്കുക. ഡെഫിഷ്യൻസി ഉള്ളവർ തീർച്ചയായിട്ടും ആദ്യം അത് കറക്റ്റ് ചെയ്യണം. 60,000 ഇന്റർനാഷണൽ യൂണിറ്റ് ഓഫ് വൈറ്റമിൻ ഡി ആഴ്ച ഒരിക്കൽ വീതം 8 ആഴ്ച കഴിക്കുക. പിന്നെ മാസത്തിൽ ഒരിക്കൽ 60,000 ഇന്റർനാഷണൽ 60,000 ഇന്റർനാഷണൽ യൂണിറ്റ് ഓഫ് വൈറ്റമിൻ ഡി മാസത്തിൽ ഒരിക്കൽ വീതം. അങ്ങനെയാണ് കറക്ഷൻ പറയുന്നത്. ഡെഫിഷ്യൻസി ഉള്ളവർ അങ്ങനെ ചെയ്താൽ മതി. സൺലൈറ്റ് എക്സ്പോഷർ കിട്ടുകയാണെങ്കിൽ ബോഡിയുടെ ഒരു 25% എക്സ്പോസ് ചെയ്ത് നമുക്ക് ടെറസിന്റെ മണ്ടയിലോ ഇപ്പൊ ലോക്ക്ഡൌണിന്റെ സമയത്തൊക്കെ സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് സോഴ്സ്. പിന്നെ നമുക്ക് മഷ്റൂം, അതുപോലെ എഗ്, അതുപോലെ ചില ഫാറ്റി ഫിഷസ്, ഇതിനകത്തും ചെറിയ രീതിയിൽ വൈറ്റമിൻ ഡിയുടെ അളവ് അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ വൈറ്റമിൻ ഡി കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണോ ബൂസ്റ്ററും കൂടാണ് വൈറ്റമിൻ ഡി. ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് വൈറ്റമിൻ B12. അത് നോൺ വെജ് കൂടെ സാധാരണ കിട്ടത്തുള്ളൂ. പ്യോർ വെജിറ്റേറിയൻസിന് മിക്കവാറും ഡെഫിഷ്യൻസി ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ എക്സ്ട്രീം ഡെഫിഷ്യൻസിൽ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ തലകറങ്ങി താഴെ വീഴും. ചെന്ന് വന്ന് ഹോസ്പിറ്റലിൽ നോക്കുമ്പോഴായിരിക്കും B12 ഡെഫിഷ്യൻസിയാണ്. അപ്പൊ അങ്ങനെയുള്ളവര് പിന്നെ സപ്ലിമെന്റേഷൻ വേണ്ടി വരും. എങ്കിലും സ്പ്രൗട്ട്സ്, മുളപ്പിച്ച പയറുകള്, തൈര്, ഇതൊക്കെ ആഹാരത്തിൽ റെഗുലർ ആയിട്ട് ഉൾപ്പെടുത്തിയാൽ ഒരുവിധം വരെ നമുക്കത് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ BMI യെ കുറിച്ച് ഒന്ന് ജസ്റ്റ് പറയാം. BMI ഐഡിയൽ നമ്മുടെ ഇന്ത്യൻ ഏഷ്യൻസിന് ശരിക്കും വേണ്ടിയ BMI-യുടെ അളവെന്ന് പറഞ്ഞാൽ 18 തൊട്ട് 23 വരെ മതി. നിങ്ങൾ പല ക്രൈറ്റീരിയയിലും 25 വരെ കാണുമായിരിക്കും. പക്ഷെ 25 എന്ന് പറഞ്ഞാൽ ഏഷ്യൻസിന് ശരിക്കും 23 വരെ മതി. അതായത് വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ.
അതായത് നമ്മുടെ പിന്നെ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ, അത് 18.5 to 23. അതാണ് BMI യുടെ നോർമൽ ലെവൽ. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ സാധനമാണ് വേസ്റ്റ് സർക്കംഫറൻസസ്, പുക്കിളിന് ചുറ്റുമുള്ള നമ്മുടെ വണ്ണം. ലേഡീസിന് അത് 80 സെന്റിമീറ്റർ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ജെന്റ്സിന് 90 സെന്റിമീറ്റർ കൂടാൻ പാടില്ല. ഇത് കൂടിക്കഴിഞ്ഞാൽ പല ജീവിതശൈലി അസുഖങ്ങൾ ഉണ്ടാകാം, ഡയബറ്റീസ് പോലെയും ഫാറ്റി ലിവർ പോലെയും കാർഡിയാക് ഇഷ്യൂസ് ഒക്കെ. സോ അതും നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ, കാരണം എനിക്ക് തോന്നുന്നു സമയം കുറെ ആയി, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞുതരാം. 9 ആയെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്ക് കുറെ പിന്നെ സംശയം കുറച്ച് ചോദ്യങ്ങൾ അവർ തയ്യാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, പറഞ്ഞോളൂ, ചോദിച്ചോളൂ. മാം, ഞങ്ങൾ ഈ ഒരു ടോപ്പിക് ഇങ്ങനെ ചൂസ് ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിലേക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എത്തിയിട്ടുണ്ട്. അപ്പം ആ സ്റ്റുഡൻസ് തന്നെ നേരിട്ട് മാമിന്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അപ്പോ ആദ്യമായിട്ട് TTCയിൽ നിന്ന് അനഘ വിവി ഹാഡ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ ഷീ വിൽ ബി ആസ്കിംഗ്. ഹലോ മാം, ഞാൻ ഫസ്റ്റ് ഇയർ DLED വിദ്യാർത്ഥിനിയാണ് ദേവകി അമ്മയില്. എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, വെജിറ്റേറിയൻസിന് നമ്മുടെ എഗ്, മീറ്റ്, ഫിഷ് തുടങ്ങിയ ഭക്ഷണത്തിലൂടെയൊക്കെ കിട്ടുന്ന ഒരുപാട് പ്രോട്ടീൻസ്, വൈറ്റമിൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയാണ് കൊടുക്കാൻ പറ്റുക? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. വെജിറ്റേറിയൻസിന് ഉള്ളതില് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചെങ്കിൽ കേട്ട് കാണും, നമുക്ക് ഒരു 100 ഗ്രാം ഒരു ഫിഷ്, ഒരു ഫിഷ്, ഒരു 2 പീസ് ഫിഷ് കഴിക്കുമ്പോൾ ഒരു 100 ഗ്രാം എങ്കിലും ചെല്ലും. ആ 100 ഗ്രാമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോട്ടീന്റെ അളവ് ഒരു 16 to 18 ഗ്രാം ഒക്കെ പ്രോട്ടീൻ കിട്ടും. പക്ഷെ ഒരു കട്ടോരി നിറയെ നമ്മളൊരു ദാള് കഴിച്ചാൽ നമുക്ക് കിട്ടാൻ 5-6 ഗ്രാം പ്രോട്ടീൻ ഒക്കെ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, എല്ലാ അമിനോ ആസിഡ്സും ഇതിനകത്ത് ഇല്ലതാനും. പൾസസ് വളരെ നല്ലതാണ്, ഇതൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മൾ അതുകൊണ്ട് സോയാബീൻ ഇസ് ഈക്വലന്റ് ടു നോൺ വെജ്. നമ്മുടെ ഫിഷിനും മീറ്റിനും ഈക്വലന്റ് ആയിട്ട് നമുക്ക് കിട്ടാവുന്ന പ്രോട്ടീന്റെ ഏറ്റവും ഹൈ സ്കോറുള്ള അമിനോ ആസിഡ്സ് ഉള്ള സ്കോറുള്ള സാധനമാണ് സോയാബീൻസ് നമുക്ക് കഴിക്കാം. അത് പ്രോട്ടീന്റെ നല്ല ഒരു സോഴ്സ് ആണ്. അതുപോലെ തന്നെ പിന്നെ പനീർ, തൈര്, മോര്, പാല്, ഇതൊക്കെ നോൺ വെജിറ്ററിന്റെ അതേ ബെനിഫിറ്റ് ഉള്ള വെജിറ്റേറിയൻസിലുള്ള സോഴ്സസ് ഓഫ് പ്രോട്ടീൻസ് ആണ്. വന്നിട്ടുള്ളത് നാച്ചുറൽ സയൻസിൽ നിന്ന് മാളവികയിൽ നിന്നാണ്. സോ മാളവിക, യു ക്യാൻ. കേൾക്കാമോ? പറയാം. എനിക്ക് സംശയം എന്താ വെച്ചാൽ, വിരുദ്ധാഹാരം എന്ന് പറയുന്നില്ലേ, വിരുദ്ധാഹാരം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നില്ലേ? ഇപ്പോ തൈരും ഇറച്ചി ഒരുമിച്ച് കഴിക്കാൻ പാടില്ല, അങ്ങനെ കഴിക്കുമ്പോ എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അതിന്റെ ദോഷം എന്താന്നൊക്കെയാണ്. വിരുദ്ധാഹാരം ശരിക്കും അലോപ്പതി, ആയുർവേദം അങ്ങനെ പറയുന്നെങ്കിലും അലോപ്പതിയിൽ അങ്ങനെ ഒരു വെസ്റ്റേൺ കൺട്രീസിലൊന്നും ഈ വിരുദ്ധാഹാരം ഒരു പ്രാക്ടീസ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പിന്നെ ചിലർ പറയും വിറ്റിൽഗോ പോലത്തെ അസുഖങ്ങൾ ഈ വിരുദ്ധാഹാരം മൂലം ഉണ്ടാകുന്നു. പക്ഷെ അതിനൊന്നും ഒരു വ്യക്തമായിട്ടുള്ള ഒരു സയന്റിഫിക് സ്റ്റഡീസ് ഇല്ല. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ബംഗാളിലൊക്കെ എല്ലാവർക്കും അത് വരണ്ടേ, കാരണം അവർ ഫിഷും തൈരും ഇതൊക്കെ ഒരുമിച്ചാണ് കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അവിടെ ഒന്നും ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും കൂടുതലായിട്ട് കണ്ടുവരുന്നില്ല. അപ്പൊ അതുകൊണ്ട് വിരുദ്ധാഹാരത്തിന് ഒരു സയന്റിഫിക് സ്റ്റഡി ഒന്നും കൂടുതൽ നടത്താത്തത് കൊണ്ട് നമുക്ക് ഒരു ഒതന്റിസിറ്റി ഇല്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, എനിക്കൊരു ഇൻഡൈജഷൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്കല്ലാതെ അതുകൊണ്ടുള്ള ല്ല. സോ നമുക്ക് ഇപ്പൊ ഒരു ബാലൻസ് ഡയറ്റിനകത്ത് ഇവൻ രാത്രി തൈരും കഴിക്കാം, അത് കഴിക്കരുതെന്നില്ല. ചില മീറ്റ് ടെൻഡർ ആകാൻ വേണ്ടി പിന്നെ മോര് ചേർക്കും, തൈര്, ഇതൊക്കെ ഫെർമെന്റേഷനും മീറ്റ് ടെൻഡർ ആകാൻ വേണ്ടി ചേർക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിന് അത്രയും ഒരു ഒതന്റിസിറ്റി, ശരിക്കും ഒരു സയന്റിഫിക് സ്റ്റഡീസ് ഒന്നും ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് DLED സ്റ്റുഡന്റ് വിസ്മയിൽ നിന്നാണ്. വിസ്മയ.
ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം വിസ്മയനെ കാണുന്നില്ല. സോ അഖിൽ KV, CTC സ്റ്റുഡന്റ്. Ma'am, പറയുക. good evening. First of all, thank you for spending valuable time for us. ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷെ മാമിന്റെ ക്ലാസ്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടി, കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോ ഒരു കാര്യം കേൾക്കുന്നത്, കോവിഡ് പോസിറ്റീവ് ആവുന്നവരിൽ കുറെ പേരൊക്കെ ഈ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്ക് പെട്ടെന്ന് കോവിഡ് പോസിറ്റീവ് വൈറസ് അഫക്റ്റ് ആവുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ ഒരു മാറി വന്ന ഒരു യുവ തലമുറയുടെ ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഭക്ഷണ രീതികളാണ് നമ്മുടെ ഒരു ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയാൻ കാരണമായിട്ടുള്ള ബന്ധമുണ്ടോ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. ഞാൻ പറയട്ടെ, ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ. നമുക്ക് ശരിക്കും ആവശ്യത്തിന് നമ്മൾ എഴുന്നേൽക്കുകയും വെച്ച് നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ആണോ? നമ്മൾ ഏതെങ്കിലും സമയത്ത് എഴുന്നേൽക്കുന്നു, ഏതെങ്കിലും സമയത്ത് ആഹാരം കഴിക്കുന്നു, അപ്പം നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മെറ്റബോളിസത്തെ തന്നെ ഇതെല്ലാം ഓൾട്ടേർഡ് ആക്കുക. അപ്പം നമ്മുടെ ഒരു ശരിയായിട്ടുള്ള ഒരു നാച്ചുറൽ വേയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടാണ് ഇപ്പൊ ആൾക്കാർ ജീവിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഉറങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ തീർച്ചയായിട്ടും ബാധിക്കും. നമ്മൾ ഉറങ്ങുന്ന സമയം, എഴുന്നേൽക്കുന്ന സമയം തീർച്ചയായിട്ടും അത് നമ്മുടെ ശരീരത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും. ബേസിക്കലി മെറ്റബോളിസം, ആ മെറ്റബോളിസത്തെ അനുസരിച്ചായിരിക്കും ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നത്. സോ രാവിലെ എഴുന്നേൽക്കുന്നതും ഉറങ്ങുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറ്റ്ലീസ്റ്റ് പിന്നെ അതായത് നമുക്ക് സൺഡേയിലും മൺഡേയിലും ഒരേ സമയത്തല്ലേ സൂര്യൻ ഉദിക്കുന്നത്? നമ്മൾ മാത്രം ഏതെങ്കിലും സമയത്ത് എഴുന്നേൽക്കുന്നു. നമുക്ക് സൺഡേ ആയതുകൊണ്ട് നമ്മൾ 11 മണിക്ക് എഴുന്നേൽക്കുന്നുള്ളൂ. സൺഡേ ആകുമ്പോൾ ഞങ്ങള് ലൈറ്റ് ആയിട്ട് ഇന്ന് ഉറങ്ങാൻ കിട്ടിയ ദിവസമാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് അന്ന് ആരും ശല്യപ്പെടുത്തരുത്. എല്ലാ ദിവസവും ഒരു ചിട്ടയായിട്ടൊരു 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിക്കോളൂ, ടൈമിന് ഉറങ്ങൂ. നിങ്ങളുടെ ആ കാര്യങ്ങൾ രാവിലെ ചെയ്യൂ. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ 10 മണിക്ക് കിടക്കുക, രാവിലെ 6 മണിക്കെങ്കിലും എഴുന്നേൽക്കുക, 8 മണിക്കുള്ള ഉറക്കം, കറക്റ്റ് ആയിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള സമീകൃത ആഹാരം, പച്ചക്കറികൾ കൂടുതൽ, പ്രോട്ടീൻ ഉള്ള ആഹാരം, ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ, പ്രിസർവേറ്റീവ്സ് കുറഞ്ഞ ആഹാരം, പാക്ഡ് ഫുഡ് ഇങ്ങനത്തെ ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ, നാച്ചുറലി കിട്ടുന്ന സാധനങ്ങൾ, നട്ട്സ്, ഫ്രൂട്ട്സ്, നമുക്ക് പേരയ്ക്ക, നമ്മുടെ ഈ സാധാ കാണുന്ന സാധനങ്ങൾ മതി. പക്ഷെ അതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള വളരെ കുറഞ്ഞ നല്ലൊരു കാർബോഹൈഡ്രേറ്റ് എക്സ്ചേഞ്ച് ആണ് ചക്ക. ചക്കയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം നമ്മുടെ. പക്ഷെ എന്താ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എങ്ങനെ? കുറെ ചോറും എടുക്കും, കുറെ ചക്കയും കൂടെ എടുക്കും, പിന്നെ വേറെ ഒന്ന്. അപ്പൊ ഇതാണ് പ്രശ്നം വരുന്നത്. നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യാം. നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുന്നതിന് പകരം ചക്ക നമ്മുടെ അന്നത്തെ മെയിൻ ഡിഷ് ആക്കും. ആ രീതിയിൽ നമ്മൾ ചെയ്താൽ നമുക്ക് നല്ല ഗ്ലൈസമിക് കൺട്രോൾ കിട്ടും. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള അവസ്ഥയും, ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ തന്നെ എന്ത് കോമ്പറ്റീഷനാ, അവർക്ക് റിലാക്സ് ചെയ്യാൻ സമയമില്ല, എപ്പോഴും ടെൻഷനാ, എന്തിനും ടെൻഷനാ. നല്ല ഉറക്കം, ശരിയായ ആഹാര രീതി, സമീകൃത ആഹാരം ഓൺ സമയത്തിന് കഴിക്കുക, എല്ലാ രീതിയിലുള്ള ആഹാര സാധനങ്ങളും നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ ആണെ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ആവും. അങ്ങനെ ആണെ തന്നെ നമ്മുടെ പ്രതിരോധ ശക്തി കൂടും. നമുക്കറിയാം ചില ആൾക്കാർക്ക് ജസ്റ്റ് ഒരു കാറ്റടിച്ചാൽ മതി, ഉടനെ തന്നെ പനി വരും, കോൾഡ് വരും, കഫ് വരും, എപ്പോഴും അസുഖം. പിന്നെ വ്യായാമം ഇല്ലായ്മ, നമ്മൾ എത്ര നല്ല ആഹാരം കഴിച്ചാലും നമ്മൾ കറക്റ്റ് ആയിട്ട് കുറച്ച് നമ്മുടെ ബോഡിക്ക് എക്സസൈസ് കിട്ടിയില്ല എങ്കിൽ അബ്സോർപ്ഷൻ നടക്കുകയില്ല, ഫ്ലെക്സിബിലിറ്റി ഇല്ല, ബോഡിക്ക് ഒന്നും ഇതാക്കാൻ പറ്റത്തില്ല. നിങ്ങളിൽ എത്ര പേർക്ക് പിന്നെ ഓടി ഒരു 8-10 നില പെട്ടെന്ന് കിതയ്ക്കാതെ കയറാൻ പറ്റും? ഈ പ്രായത്തിൽ അത് കയറണം. പക്ഷെ എത്ര പേർക്ക് സാധിക്കും? കാരണം നമ്മുടെ ലങ് കപ്പാസിറ്റി ഒക്കെ വളരെ കുറവാണ്. നമ്മൾ എപ്പോഴും ഇരുന്നുള്ള ജോലി ചെയ്യുക, നമ്മൾ ചെറിയ നടക്കും പതുക്കെ. ഈ പ്രായത്തിലല്ല. ഈ പിന്നെ ഇപ്പം ലണ്ടനിലും തായ്ലൻഡിലൊക്കെ പോകുമ്പോൾ അവിടെ ഉള്ളവരൊക്കെ പിന്നെ പ്രായമുള്ളവര് 10-60 വയസ്സ് വരെ ഉള്ളവരൊക്കെ ജോഗിങ് ആണ്. വളരെ 80 വയസ്സിൽ കൂടുതലുള്ളവർക്ക് ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് അങ്ങനെയാണ് നമ്മുടെ ലങ് കപ്പാസിറ്റി ഒക്കെ കൂട്ടുന്നത്. അതൊക്കെ ഇപ്പം വളരെ സാധിക്കുകയല്ല. നമുക്ക് വീട്ടിൽ തന്നെ സൂര്യ നമസ്കാരം ചെയ്യാം, ഫാസ്റ്റ് ചെയ്യാം, ഒരിടത്ത് നിന്ന് സ്പോട്ട് ജോഗ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ലങ് കപ്പാസിറ്റി കൂടും, നമ്മളുടെ മസിൽസ് സ്ട്രോങ് ആകും, ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാകത്തില്ല. ഇത് സമയത്തിന് ആഹാരം കഴിക്കാത്തത് കൊണ്ടൊക്കെയാണ് ഈ ഗ്യാസ് ഒക്കെ ഉണ്ടാകുന്നത് ഭയങ്കരമായിട്ട്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയും. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മൾ ബൂസ്റ്റ് ചെയ്യും. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മൾ ഫോർ എ ലോങ് ടൈം യു ഹാവ് ടു പ്രാക്ടീസ് ഓൾ ദോസ് തിങ്സ്.
അറ്റ്ലീസ്റ്റ് വി ക്യാൻ സ്റ്റാർട്ട് ദിസ് ടൈം. ഒരു സ്റ്റാർട്ടായിട്ട് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടില് അത് എല്ലാ ദിവസവും ഈ ഉറങ്ങുക, എഴുന്നേക്കുക, ടൈമിന് ഫുഡ് കഴിക്കുക, അത് തന്നെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ 50% ശരിയാണ്. ഓക്കെ. വന്നിട്ടുള്ളത് അമൃത ടി ഫ്രം BEd മലയാളം. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഹലോ മാം, കേൾക്കുന്നുണ്ടല്ലോ? പറഞ്ഞോളൂ. മാം, എനിക്ക് കഴിഞ്ഞ മാസം ലാസ്റ്റ് സമയത്ത് കോവിഡ് വന്നിരുന്നു. അപ്പം പോസിറ്റീവായ സമയത്ത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ തീരെ കഴിച്ചിട്ടില്ല. ഞാൻ വെറും കഞ്ഞിയൊക്കെ വെച്ചാണ് കഴിഞ്ഞത്. അപ്പം ഈ ഒരു നെഗറ്റീവായി ഇപ്പൊ ഒരു രുചി വന്ന സമയത്താണ് ഞാൻ ശരിക്കും ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പൊ എന്താന്ന് വെച്ചാൽ എല്ലാരും ഇപ്പം നല്ലോണം ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുക, ഒരു നിയന്ത്രണം ഇല്ലാതെ. അപ്പൊ അങ്ങനെ കഴിക്കുന്നോണ്ട് ഈ ആരോഗ്യം പെട്ടെന്ന് വീണ്ടെടുക്കാം, അങ്ങനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുവോ? ഇല്ല അമൃത, എല്ലാത്തിനും ഒരു മിതത്വം പാലിക്കുക. നിങ്ങൾ ഈ കഴിച്ചോ, എല്ലാം കഴിച്ചോ, പക്ഷെ അതൊരു മിക്സ്ഡ് ആയിട്ടുള്ള ആഹാരം ടൈമിന് കഴിക്കുക. അതായത് ഞാൻ പറഞ്ഞ ഈ കോമ്പിനേഷൻ ഇല്ലല്ലേ, പ്രോട്ടീന്റെ കോമ്പിനേഷൻ, പച്ചക്കറികളുടെ കോമ്പിനേഷൻ, കാർബോഹൈഡ്രേറ്റ് ഒത്തിരി വാരി വലിച്ച് കഴിക്കാതിരിക്കുകയാണ് നല്ലത്. റിഫൈൻഡ് ഷുഗർ നിങ്ങൾ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാണ് അത് ഏറ്റവും നല്ലത്. റിഫൈൻഡ് ആയിട്ടുള്ള നമുക്കറിയാവില്ല, ഈ മൈദ അതുപോലെ ഷുഗർ, ഇത് രണ്ടും ബ്ലീച്ച് ചെയ്തിട്ടാണ് വരുന്നത്. അതൊക്കെ നമുക്ക് നെഗറ്റീവ് ഇഫക്ട്സ് ഉണ്ടാക്കും. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള സാധനം, കാർബോഹൈഡ്രേറ്റിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം വേണ്ട. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്, അതായത് ഷുഗർ ആയിട്ട് വരും, സിമ്പിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് കഴിക്കുക എന്താ, നന്നായിട്ട് വെജിറ്റബിൾസ് കഴിക്കുക, സ്പ്രൗട്ട്സ് കഴിക്കുക, ഫ്രൂട്ട് ആയിട്ട് കഴിക്കുക, ജ്യൂസ് കഴിക്കണ്ട, ഫ്രൂട്ട് ആയിട്ട് കഴിക്കുക, നട്ട്സ് കഴിക്കുക, ഇതൊക്കെ കഴിച്ചോ. കൂടുതൽ ഒത്തിരി ചോറിന്റെ അളവ്, ഒത്തിരി ചപ്പാത്തിയുടെ അളവ് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സമയത്തിന് കഴിക്കുക, കുറച്ച് വ്യായാമം ചെയ്യുക, നന്നായിട്ട് പ്രാണായാമം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ശരി മാം, താങ്ക് യു. ഓക്കെ. ഹലോ മാഡം, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. നേരത്തെ ഞാൻ പറഞ്ഞത് കേട്ടില്ല. എന്റെ പേര് വിസ്മയ, ഞാൻ DLEd ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് TTCയിൽ നിന്നും നീതു GR. വിസ്മയ പറയുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വിസ്മയ. മേഡം കേൾക്കുന്നില്ലേ? വിസ്മയ പറഞ്ഞോളൂ. ഇത്രമാത്രം ചെറുക്കാൻ ഓക്കെ. വിസ്മയ, ഒരിക്കലും പോഷകാഹാരം നന്നായിട്ട് കഴിച്ചത് കൊണ്ട് കോവിഡ് വരാതിരിക്കുകയല്ല. ഓക്കെ, കോവിഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കോവിഡ് വരാതിരിക്കണമെങ്കിൽ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഹാൻഡ് വാഷിങ്ങും ഈ ഗവൺമെന്റ് പറയുന്ന എല്ലാ രീതിയിലുള്ള പിന്നെ ഇതും ചെയ്യണം. അതായത് അത് നമ്മൾ നല്ല ആഹാരം കഴിക്കുന്നുണ്ട്, നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കോവിഡ് വരാതൊന്നും ഇരിക്കുകയില്ല. നമ്മൾ ഈ പ്രിക്കോഷൻസ് ഒക്കെ എടുത്താൽ നമുക്ക് കോവിഡ് വരാനുള്ള സാധ്യത കുറയും, അത്രേ ഉള്ളൂ. പക്ഷെ കോവിഡ് വന്നു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ആരോഗ്യസ്ഥിതി മെച്ചമാണെങ്കിൽ, നമുക്ക് വേറെ കോമോബിഡിറ്റീസ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക്, പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടെ നമ്മുടെ ആരോഗ്യസ്ഥിതി നോർമലാണ്, വേറെ അസുഖങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ കോൺസ്റ്റിപ്പേഷൻ വരെയും ഒരു അസുഖത്തിനുള്ള കാരണം, മനസ്സിലായോ? ഇപ്പൊ കോൺസ്റ്റിപ്പേഷൻ വലിയ അസുഖമൊന്നും ഇല്ല, ഡയബറ്റിക് ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഹാർട്ട് പ്രോബ്ലം ഇല്ല, പക്ഷെ ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ, അസിഡിറ്റി, അനീമിയ, ഇതൊക്കെ ഒരു രോഗാവസ്ഥ തന്നെയാണ്. അപ്പം അതൊന്നും ഇല്ലാതെ നമ്മള് ഈ പറഞ്ഞ രീതിയിലുള്ള സമീകൃത ആഹാരം കഴിക്കുകയാണെങ്കിൽ നമുക്ക് അനീമിയ എങ്ങനെ ഉണ്ടാവും? അനീമിയ ഉണ്ടാകത്തില്ല. കാരണം ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും പച്ചക്കറി, ലീഫി വെജിറ്റബിൾസ് കഴിക്കുകയാണെങ്കിൽ അവർക്ക് അനീമിയ ഉണ്ടാകത്തില്ല. എല്ലാ ദിവസവും ഈ പച്ചക്കറികളൊക്കെ കഴിക്കുമ്പോഴും നമ്മൾ ഇച്ചിരി നാരങ്ങ, ഞാൻ മുമ്പേ പറഞ്ഞു, ഇതൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. വൈറ്റമിൻ സി ഉണ്ടെങ്കിൽ മാത്രമേ അയണിന്റെ അബ്സോർപ്ഷൻ നല്ല ത്വരിതഗതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു രീതിയിലുള്ള ആഹാരവും വേറെ ഇതൊന്നും കഴിക്കേണ്ട. നമ്മുടെ ബോഡി ഓൾമോസ്റ്റ് 80% നമ്മൾക്ക് രോഗപ്രതിരോധ ശക്തിയൊക്കെ നന്നായിരിക്കും. ഒരു അസുഖം വന്നാലും അതിനെ ഇതാക്കാൻ ഡെഫിഷ്യൻസീസ് ഉണ്ട്, വീക്കാണ് ആകെപ്പാടെ, ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഓവറോൾ ആരോഗ്യസ്ഥിതി ലോ ആകുമ്പോഴാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ
കയറി ഇത് ബാധിക്കുകയും ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി സമീകൃത ആഹാരം നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ ഊർജപ്പെടുത്തുകയും ഇതൊക്കെ ചെയ്യും. അതിന് നമ്മൾ അത് ഫോളോ ചെയ്യണം. കുറെ നാളൊക്കെ ഫോളോ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള വ്യായാമം ചെയ്യണം. കുറച്ച് വ്യായാമം എന്നും അമിതമാകണ്ട, എല്ലാ ദിവസവും ഒരു പറ്റുന്നത് പോലെ നമ്മൾ ചെയ്യുക, സമയത്തിന് ആഹാരം കഴിക്കുക, നമ്മളുടെ ഈ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ ജീവിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നീതു ജി ആർ ഫ്രം TTC. ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ് മാം. ഞാൻ ദേവകിയമ്മ മെമ്മോറിയൽ ITIയിലെ 1ാം വർഷ DLED വിദ്യാർത്ഥിനിയാണ്. അപ്പോ മാം ഇതുവരെ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് വളരെയധികം മോട്ടിവേഷൻ തരുന്നത് തന്നെയായിരുന്നു. അപ്പൊ നമുക്കറിയാം ഇപ്പൊ നമ്മൾ ഒരുപാട് മാരക രോഗങ്ങളോട് എന്താ പറയാ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ജനങ്ങളെല്ലാം വല്ലാതെ പാനിക് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ എനിക്ക് മാഡത്തോട് ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാല്, ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഒരു ന്യൂട്രീഷൻ എന്ന നിലയിൽ മാഡത്തിന് നമ്മുടെ സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം തരത്തിലുള്ള ഹെൽപ്പുകൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ് എന്റെ ചോദ്യം. അല്ല, ഞാനിപ്പോ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നത് തന്നെ ഒരു ഹെൽപ്പ് അല്ലേ? തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞില്ലേ? ഒക്കെ നമ്മള് ഒന്നാമതെ നമുക്ക് ഒരു ചിട്ടയില്ല. നമ്മൾ ഇതിപ്പോഴാണെങ്കിൽ തന്നെ നിങ്ങൾ ഒത്തിരി പേര് നിങ്ങളെ പോലുള്ള കുട്ടികളൊക്കെ ആണെങ്കിലും പിന്നെ കേട്ടു ഒരാഴ്ച നിങ്ങളുടെ മനസ്സിൽ അത് നിൽക്കും. പിന്നെ ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ ഇതൊക്കെ മറന്നു പോകും. ബാക്ക് ടു സ്ക്വയർ വൺ. ആ രീതിയിലേക്ക് നിങ്ങൾ മാറരുത്. ആ മാറിക്കഴിഞ്ഞാലാണ് നമ്മളുടെ അടുത്ത തലമുറയും നമ്മളുടെ വീട്ടിലുള്ളവരെയും നിങ്ങൾക്ക് സ്വാധീനിക്കാൻ സാധിക്കും. നമുക്ക് മെയിൻ ആയിട്ട് ഒന്നുമില്ല, കൂടുതലൊന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ നമുക്കൊരു സംസ്കാരം, നമ്മുടെ കേരളത്തിന്റെ ഒരു തനതായിട്ടുള്ള ഒരു സംസ്കാരം ഉണ്ടല്ലോ. ഇപ്പം സമയത്തിന് നമ്മൾ എഴുന്നേൽക്കുക, രാവിലെ തന്നെ നമ്മുടെ ചിട്ടയായിട്ടുള്ള അത്. ഇപ്പൊ ലോക്ക്ഡൌൺ അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ സ്കൂളിൽ അല്ലെ കോളേജിൽ പോകുന്ന സമയത്ത് എങ്ങനെ ആയിരുന്നു? ഒരു കൃത്യസമയത്തിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, കൃത്യസമയത്തിന് ലഞ്ച് കഴിക്കും, രാത്രി ക്ഷീണിച്ചു വന്നു, പകല് കുറെ ജോലി ചെയ്തെങ്കിൽ രാത്രിയിൽ ക്ഷീണമാകും, നേരത്തെ ഉറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും ഇപ്പൊ ഇല്ല. അത് തന്നെ വലിയ ഒരു 1-2 വർഷം ആകാറായില്ലേ ഇപ്പം. അപ്പം അത് തന്നെ നമ്മളൊന്ന് മാറ്റിയെടുക്കണം. നിങ്ങൾ എല്ലാ ദിവസവും ഒരു കൃത്യസമയത്തിന് എഴുന്നേക്കുക, കൃത്യസമയത്തിന് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുക, അത് കഴിക്കുക, കൃത്യസമയത്തിന് ഉറങ്ങുക. 10 മണി തൊട്ടുള്ള 6 മണി വരെയുള്ള ഉറക്കം നിങ്ങളുടെ വീട്ടിലൊന്ന് പ്രാക്ടീസ് ചെയ്യാമോ? നിങ്ങളുടെ ഒത്തിരി പ്രതിരോധ ശക്തി ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരും. ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ്, ഏതെങ്കിലും സമയത്തിന് കിട്ടുമ്പോഴൊക്കെ കഴിക്കുക, അത് മാറ്റുക. നമ്മുടെ ശരീരത്തിന് തന്നെ റെസ്റ്റ് ചെയ്യാനും നമ്മുടെ ശരീരത്തിന് റീജുവനേഷനുള്ള സമയം കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം കൊടുക്കുക. ഇപ്പം മഴയൊക്കെയാണ്, വെള്ളം കുടിക്കാൻ തോന്നുന്നേ ഇല്ല. അപ്പൊ നമുക്ക് അമിതമായി വേണ്ട, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം ഈ അനാവശ്യമായിട്ടുള്ള ടെൻഷന്റെ ഒന്നും ആവശ്യമില്ല. കോവിഡ് വരിക, നമുക്ക് പ്രിക്കോഷൻസ് എല്ലാം എടുക്കുക. മെന്റലി നമ്മളിപ്പോ ഒരു ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓൺലി ജസ്റ്റ് ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത് ഓൾസോ. ഹൗ പാനിക് യു ആർ, ദാറ്റ് ഈസ് ഗോയിങ് ടു അഫക്ട് യുവർ ലെവൽസ്. സോ യു ബി കാം. കുറച്ചൊരു മെഡിറ്റേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ ട്രൈ ചെയ്യാം. പിന്നെ യോഗ കുറച്ചെങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ച് പ്രാണായാമം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലങ് കപ്പാസിറ്റി ഒക്കെ കൂടും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടാകും. അതാണ് എനിക്ക് തരാനുള്ള ഏറ്റവും വലിയൊരു മെസ്സേജ്. താങ്ക് യു മാം. 2 ചോദ്യങ്ങൾ കൂടെ വന്നിട്ടുണ്ട്. അക്ഷയ് ഇ ഫ്രം TTC. ഹലോ മാം. പറയൂ. മാം വൈറ്റമിൻസിനെ കുറിച്ച് പറഞ്ഞെല്ലാം കേട്ടു. പക്ഷെ നമ്മുടെ ഈ കോവിഡ് കാലത്ത് നമ്മൾ ഒട്ടുമിക്ക ആളുകളും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പിന് വേണ്ടിയിട്ട് വൈറ്റമിൻ സി, വൈറ്റമിൻ എ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈയിടെ വാർത്തകളിലൊക്കെ കാണാവുന്ന ഒരു കാര്യമുണ്ട്, ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ ഈ ടാബ്ലറ്റ് കഴിക്കരുതെന്ന്. അതേസമയം മാം പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാല്, ഒരു വൈറ്റമിൻ ഒരു ഫാർമക്കോളജിക്കൽ ഡോസ് ടാബ്ലറ്റ് ആയി കഴിക്കുന്നതും അതേസമയം വൈറ്റമിൻ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഇതിന്റെ ഒരു ഗുഡ് ആൻഡ് ബാഡ് ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്? പറയുന്ന കേട്ടോ, സിന്തറ്റിക്കലി ഉണ്ടാക്കിയതായിരിക്കും ടാബ്ലറ്റ് ഫോമിൽ വരുന്നത്.
വൈറ്റമിൻ സി നമ്മൾ നെല്ലിക്ക ഒരു 3-4 നെല്ലിക്ക കഴിച്ച് 3 നെല്ലിക്ക കഴിച്ചാൽ മതി. നമ്മുടെ നോർമൽ റിക്വയർമെന്റ് മീറ്റ് ചെയ്യും. ഒരു നാരങ്ങ, നമ്മൾ നാരങ്ങ വെള്ളം കുടിച്ചാൽ മതി, അല്ലെ ആഹാരം കഴിക്കുമ്പോൾ അതിനകത്ത് ഒരു ഹാഫ് നാരങ്ങ സ്ക്വീസ് ചെയ്താൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ സി കിട്ടും. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളതും വളരെ പൈസ ഒന്നും ചെലവാക്കാത്തതുമായിട്ടുള്ള സാധനമാണ്. ടാബ്ലറ്റ് കഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒത്തിരി പറയുന്നതിൽ ഇതായത്, പക്ഷെ ഒത്തിരി ഡോക്ടേഴ്സിനും അറിയത്തില്ല അതിനകത്ത് എത്ര വൈറ്റമിൻ സി ഉണ്ടെന്ന് പോലും. അപ്പൊ അതുകൊണ്ട് അവര് ഒരു കോമൺ പ്രിസ്ക്രിപ്ഷൻ പോലെ ചിലപ്പം വൈറ്റമിൻ സി ഒക്കെ എഴുതും. പക്ഷെ നാച്ചുറൽ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ എക്സസ് കുറച്ച് വന്നാലും അത് നമ്മുടെ ശരീരത്തിന് പുറന്തള്ളാനുള്ള കഴിവുണ്ട്. മറ്റേ സിന്തറ്റിക്കലി എടുക്കുന്ന സാധനങ്ങൾ അത് പുറന്തള്ളാൻ ശരീരത്തിന് ചിലപ്പോൾ അത് ഡിപ്പോസിഷൻ ഒക്കെ ഉണ്ടാവും. ഓക്കെ മാം. അപ്പം ഇതൊന്നും കഴിക്കത്തില്ലാത്തവർക്ക് ചിലപ്പോൾ ടാബ്ലറ്റ് വേണ്ടി വരും കേട്ടോ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ അനിരുദ്ധ് ഫ്രം TTC. അനിരുദ്ധ് ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ് മാം. പറഞ്ഞാൽ ഡയറ്റിനെ പറ്റി ഇങ്ങനെ ഒരു പ്ലേറ്റിന്റെ കാര്യം കുറച്ച് ആദ്യം തന്നെ നന്ദി പറയുന്നു. പിന്നെ മാം, എന്റെ സംശയം എന്ന് പറയുന്നത് ഇപ്പോ എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്, ഇൻക്ലൂഡിങ് കൊറോണയ്ക്ക് വരെയുന്നുണ്ട് കുരുമുളക് നല്ലോണം കഴിക്കുന്നത് നല്ലതാണെന്ന്. എന്റെ വീട്ടിലടക്കം പറയുന്നുണ്ട് ഭക്ഷണത്തിൽ കുരുമുളക് ചേർക്കാൻ അത്രയും നല്ലതാണ്. ചോദിക്കുകയെന്ന് വെച്ചാൽ കുരുമുളക് അല്ലെങ്കിൽ സ്പൈസസ് ഇത്രയും ഉപയോഗിക്കുന്നത് പ്രതിരോധ ശേഷി ശരിക്കും കൂട്ടുക തന്നെയാണോ ചെയ്യുന്നത് എന്നാണ് എന്റെ അഭിപ്രായത്തില്. നിങ്ങളുടെ നോർമൽ ഒരു ഡയറ്റ് കഴിക്കുമ്പോൾ നമുക്ക് നമ്മളെല്ലാ ആഹാരത്തിലും, നമ്മുടെ ഒരു ദിവസത്തെ ആഹാരത്തിൽ ഉൾപ്പെടുന്ന സാധനം അല്ലേ വെളുത്തുള്ളി, ഇഞ്ചിയും കുരുമുളകും ഒക്കെ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. നോർമൽ ഉള്ള ഇതിനൊക്കെ ഒരു കറി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ നോൺ വെജ് ഉണ്ടാക്കിയ വെളുത്തുള്ളി ഇഞ്ചി വരുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ കുരുമുളക് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കും. ഒരു എഗ് കറി വെച്ച് അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ വെച്ച് നമ്മൾ വെളുത്തുള്ളി ഇടും, ഇഞ്ചി ഇടും, കറിവേപ്പില ഇടും. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പം അഡീഷണൽ ആയിട്ട് ഇത് ഉപയോഗിക്കേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. കാരണം നമ്മളുടെ നോർമൽ ആഹാരത്തിൽ വരുന്ന ചെറിയ അളവിലുള്ളത് മതി. ഇപ്പൊ നമുക്കിപ്പം ഭയങ്കരമായി ചുമയാണ്, ഭയങ്കരമായിട്ട് ചുമ പോലെ വരുന്നു, നമുക്ക് എക്സ്പെക്ടറന്റ് പോലെ നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കാം കുറച്ച് ഇഞ്ചി ഇച്ചിരി തേനും ഒക്കെ ചേർത്ത്. അമിതമായ സ്പൈസസ് ചിലപ്പോൾ ഉപയോഗിച്ചാല് കൂടുതൽ, അപ്പൊ ചിലരെ കണ്ടിട്ടുണ്ട് വെള്ളം തിളപ്പിച്ച് തന്നെ വെക്കുന്നത് കുരുമുളക്, ഇഞ്ചി ഇതൊക്കെ ചേർത്തിട്ട് കുറെ കരിഞ്ചീരകം ഇതൊക്കെ ചേർത്ത് രാവിലെ കുറെ വെള്ളം വെക്കും, ഇടയ്ക്കിടയ്ക്ക് ഇത് കുടിക്കുന്ന ഒരു ശീലം കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇതൊക്കെ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് പല രീതിയിലുള്ള ചിലപ്പോൾ അൾസേഴ്സ് വരെ ഉണ്ടാക്കാം. അപ്പം ഒരു 2-3 ഗ്രാമിൽ കൂടുതൽ അതിന്റെ ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ രാവിലെ തൊട്ട് ഇത് വളരെ നല്ലതല്ലേ നോർത്ത് ഇന്ത്യയുടെ പേരൻസ് ആണെങ്കിലും ഇത് കുട്ടികളെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുടിപ്പിക്കും. അത് വേണ്ട, നിങ്ങൾക്ക് മേ ബി കഴിക്കാം ഒരു ഔൺസോ 2 ഔൺസ് ഒരു ദിവസം. ഇതെല്ലാം ഒരു ചെറിയ ഗ്രാമിൽ ചേർത്ത് കഴിക്കാം. നിങ്ങളുടെ ഈ കരിഞ്ചീരകം ഒന്നും നമ്മൾ അങ്ങനെ സാധാരണ എല്ലാ ദിവസത്തെ ആഹാരത്തിലൊന്നും ഇല്ലെങ്കിൽ അത് നിങ്ങൾ കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഈ ബാലൻസ് ഡയറ്റ് കഴിക്കുകയാണെങ്കിൽ ഈ ന്യൂട്രിയൻസ് തന്നെ ഇതിനകത്തെല്ലാം ഉണ്ട്. പ്രൂവൺ ആയിട്ടുള്ള ചില ആന്റി ഓക്സിഡൻസ് ഉള്ള സാധനമാണ് സിന്നമൺ സ്റ്റിക്സ്, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി. സിന്നമൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറുവാപ്പട്ടയിലും ആന്റി ഓക്സിഡൻസ് നല്ല റിച്ച് ആയിട്ടുള്ള സാധനമാണ്. പനിക്കൂർക്ക, തുളസി ഇല, ബേസിൽ ലീവ്സ്, ഇതിനകത്തൊക്കെ നാച്ചുറലി കുറെ ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമുണ്ട്. ഇപ്പം ഈ കോവിഡ് വന്നു, ചുമ അങ്ങോട്ട് മാറുന്നില്ല, അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് നല്ലൊരു എക്സ്പെക്ടറന്റ് ആണ്, നാച്ചുറൽ എക്സ്പെക്ടറന്റ് ആണ്. കുറച്ച് തേന്, ഫ്യൂ ഡ്രോപ്സ് പിന്നെ ഇഞ്ചി നീര് തേനുമായിട്ട് ചേർത്ത് കഴിച്ചാൽ അത് നല്ലൊരു നാച്ചുറൽ എക്സ്പെക്ടറന്റ് ആണ്. ഒത്തിരി കൂടുതൽ കഴിച്ചാൽ ചില സമയങ്ങളിൽ നമുക്ക് ഈ അസിഡിറ്റി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ എല്ലാത്തിനും ഒരു മിതത്വം പാലിക്കുക. 1-2 to 3 ഗ്രാം കഴിക്കേണ്ട സാധനമാണ് നമ്മൾ ചിലപ്പം വളരെ നല്ലതല്ലേ എന്ന് ഓർത്ത് ഒത്തിരി കഴിക്കുന്നത്. അത് ചിലപ്പം ദോഷത്തിലേക്കും വരും. എനിക്കൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, അവര്
പിന്നെ ഇപ്പോഴും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി നമ്മളുടെ ഇലിമ്പം അതിന്റെ ജ്യൂസ് ആക്കി കുടിച്ചു. ഇതിനകത്ത് ഭയങ്കര ഹൈ ഓക്സലേറ്റ് കണ്ടന്റ് ഉള്ള ഒരു സാധനമാണ്. മിതമായി കഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അവരുടെ കിഡ്നി തകരാറിലായി എന്ന് പറയുന്നത് പോലെ എല്ലാം നല്ലതാണ്, പക്ഷെ ഒരളവിൽ കൂടുതലായാൽ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ദൂഷ്യമായും ബാധിക്കും. ഞങ്ങളുടെ നല്ല ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും കൃത്യമായി തന്നെ മറുപടി പറഞ്ഞ മാമിന് ആദ്യം തന്നെ ഒരു വലിയ താങ്ക് യു പറയാണ്. ആൻഡ് വി ഫീൽ റിയലി ഡിലൈറ്റഡ്. കാരണം നമ്മുടെ ഓഡിയൻസ് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ അതിനകത്ത് നമ്മുടെ ടീച്ചേഴ്സും ഫാക്കൽറ്റീസും ആയിട്ടുള്ള എല്ലാ മുഖ്യ അതിഥികളും ത്രൂ ഔട്ട് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ ഗസ്റ്റിനോ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ ചോദിക്കാവുന്നതാണ്. മാഡം ഗുഡ് ഈവനിങ്. ശ്രീജേഷ് എന്നാണ് പേര്. ഇവിടെ കോളേജിലെ ഫാക്കൽറ്റിയാണ്, ആർട്ട് എഡ്യൂക്കേഷൻ ഫാക്കൽറ്റിയാണ്. എനിക്ക് ആർട്ട് എഡ്യൂക്കേഷന്റെ ഫാക്കൽറ്റിയാണ്. ഓക്കെ മാഡം, എനിക്ക് ചോദിക്കാനുള്ളത് വളരെ ഗംഭീരമായിരുന്നു മാഡത്തിന്റെ. അതിന് മുമ്പായിട്ട് പറയും, വളരെ ഗംഭീരമായിരുന്നു മാഡത്തിന്റെ സെഷൻസ്. ഞങ്ങൾ വളരെ യൂസ്ഫുൾ ആയിട്ടാണ് കേട്ടോണ്ടിരുന്നത്. ഹലോ, കേൾക്കുന്നുണ്ടോ മാഡം? എനിക്ക് കാര്യം ചോദിക്കാനുള്ളത്, അതായത് എല്ലാ ചർച്ചകളിലും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണ രീതികളിലും ഒക്കെ തന്നെ വേണ്ടപ്പെട്ട ഒരാൾ നമ്മൾ ഒഴിവാക്കിയതോ അതോ അല്ലെങ്കിൽ അതിൽ ആണോന്ന് എനിക്കറിയില്ല. അതായത് കേരളത്തിൽ സുലഭമായി ഉപയോഗിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും ഉപയോഗിക്കുന്ന ഒരു ആളാണ് തേങ്ങാപ്പാല്. രുചി കൂട്ടാനായിട്ടും കാര്യങ്ങളും തേങ്ങയുടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് നമുക്ക് യൂസ്ഫുൾ ആണോ? അതായത് പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഒരു ഭക്ഷണ രീതിക്ക് വലിയ തേങ്ങ ഒരു അവിഭാജ്യ ഘടകമാണ്. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് അതിന്റെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എഫക്റ്റുകൾ. ടേസ്റ്റിന്റെ കാര്യം നമ്മളത് പറഞ്ഞറിയിക്കേണ്ട, എല്ലാവർക്കും നമ്മൾ അറിയാവുന്നതാണ്. തേങ്ങയ്ക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകൾ കൂടുതലായിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. കാരണം കൂടുതൽ നല്ല അളവിൽ നമ്മൾ തേങ്ങ എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. സാധാരണ നോർമലി വെജിറ്റേറിയനിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതാണ് ചോദ്യം. സർ, ആക്ച്വലി ഞാനൊരു കാര്യം അതിന് മുമ്പായിട്ട് ഒരു ഡിസ്ക്ലെയിമർ പറയാം. കാരണം തേങ്ങ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു സാധനമാണ്. തേങ്ങ വെളിച്ചെണ്ണയിലുള്ള MCT, മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ്, നമ്മുടെ സിസ്റ്റത്തിലെ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ തന്നെ പെട്ടെന്ന് ആഗീകരണം ചെയ്യാൻ കഴിയുന്ന ഒരു ഫാറ്റ് ആണ് മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ്. അതിന്റെ ഏറ്റവും നല്ല സോഴ്സ് ആണ് പിന്നെ കോക്കനട്ട് ഓയിൽ. അത് ലോറിക് ആസിഡ്, ഇങ്ങനെ പല ന്യൂട്രിയൻസുമായിട്ട് റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷേ നമ്മുടെ അതിനകത്ത് ഈ കോക്കനട്ടിലെ 93% നമുക്ക് അത് സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. ഓയിലിലെ തേങ്ങാപ്പാലാണെങ്കിൽ തേങ്ങാപ്പാലിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള വെളിച്ചെണ്ണയാണല്ലോ നമ്മൾ ഇത് വരുന്നത്. അപ്പൊ നമ്മൾ ചിലപ്പോ ഈ ഹൈ കൺസംഷൻ ഓഫ് കോക്കനട്ട് ഓയിൽ മാത്രം, ഇതെല്ലാം മാത്രം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കിട്ടുന്ന മുഴുവൻ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് മാത്രം. അതോടൊപ്പം തന്നെ നമുക്ക് വ്യായാമം ഇല്ലായ്മ, പച്ചക്കറിയുടെ അപര്യാപ്തത, ഇതൊക്കെ കാരണം ചിലപ്പോൾ നമ്മുടെ LDL കൊളസ്ട്രോളും കൂടും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ LDL കൊളസ്ട്രോൾ കൂടുകയും ഇതൊക്കെ കൂടുതലൊക്കെ നമ്മുടെ നോർമലായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് എക്സസൈസ് ചെയ്യുന്നവര്, അതുപോലെ തന്നെ എല്ലാം പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കുന്നവര്, ഇങ്ങനെയുള്ളവരിൽ ഇത് ബാധകമല്ല. LDL കൊളസ്ട്രോൾ ഹൈ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. ഹൈ കൺസംഷൻ ഓഫ് കോക്കനട്ട് ആൻഡ് കോക്കനട്ട് ഓയിൽ. വേറെ ഒരു ഓയിൽ ഉപയോഗിക്കുന്നില്ല, വ്യായാമക്കുറവും പച്ചക്കറിയുടെ കുറവും. ഓക്കെ മാഡം, താങ്ക് യു. ഇനി ഏതെങ്കിലും ഫാക്കൽറ്റീസിനോ അല്ലെങ്കിൽ ഗസ്റ്റിനോ ആർക്കെങ്കിലും ഇനി ചോദ്യങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നേരെ സ്റ്റുഡൻസിൽ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പോ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഹലോ മാം. പറയൂ മാം. എനിക്കൊരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ, മാം പറഞ്ഞു നമ്മുടെ സോയ ചങ്ക്സ് ഒക്കെ പ്രോട്ടീൻ റിച്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഒരു സോയ ചങ്ക്സ് അധികം കഴിക്കുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റിക്കൊക്കെ ഒത്തിരി ദോഷമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത് എത്രത്തോളം ശരിയുണ്ടെന്ന്? സോയ എന്ന് പറഞ്ഞാല് തൈറോയിഡ് ഉള്ള പേഷ്യൻസിന്, തൈറോയിഡ് ഉള്ള അസുഖമുള്ളവർക്ക് അയഡിന്റെ അബ്സോർപ്ഷനെ ഹാമ്പർ ചെയ്യുന്ന ഒരു സാധനമാണ് സോയ. അപ്പം അങ്ങനെയുള്ളവര് അത് അയഡിന്റെ അബ്സോർപ്ഷൻ തടയുന്നത് കൊണ്ട്
തൈറോയിഡ് ഉള്ളവരെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. പിന്നെ ചില സ്റ്റഡീസ് ഒക്കെ പറയുന്നുണ്ട് അതായത് സോയ നല്ലതാ, പക്ഷെ എല്ലാ ദിവസവും ഉപയോഗിക്കില്ല. മേ ബി ആഴ്ചയിൽ 1-2 പ്രാവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതായത് ഈസ്ട്രോജൻ പ്രൊഡക്ഷൻ ഇതൊക്കെ അതിനെ കൂട്ടുന്നതായിട്ട് പറയുന്നു, ചില സ്റ്റഡീസിലൊക്കെ പറയുന്നുണ്ട്. എന്ന് പിന്നെ അത് നമ്മുടെ ശരീരത്തിന് ചില രീതിയിൽ, അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എന്തും അമിതമായ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ ഒരു മിതമായി ആഴ്ചയിൽ ഒരു പ്രാവശ്യത്തിലൊന്നും കൂടുതൽ നമ്മൾ സോയ ഉപയോഗിക്കാൻ പോകുന്നില്ല. ബാക്കി ദിവസങ്ങളിൽ നമുക്ക് നോർമൽ പനീർ ഉപയോഗിക്കാം, പാൽ ഉപയോഗിക്കാം, തൈര് ഉപയോഗിക്കാം. ദാറ്റ് ഇസ് മോർ ദാൻ ഇനഫ്. അപ്പൊ അതിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അമൃത, സമയം 2 മണിക്കൂർ കറക്റ്റായി. ഓക്കെ, അപ്പോ എന്തായാലും ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്ക് കഴിക്കാൻ റെസ്ട്രിക്ഷൻസ് ഉള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മാം. അതിന് കൂടി ഒന്ന് റിപ്ലൈ. ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ക്യാബേജ്, കോളിഫ്ലവർ, കപ്പ, സോയാബീൻ, ബ്രോക്കോളി, ഇതൊക്കെ ഫിറ്റ്നസ് ആയിട്ടുള്ള ഫുഡാണ്. അതൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അയഡിന്റെ അബ്സോർപ്ഷൻ അതൊക്കെ തടയുന്നതാണ്. അതുകൊണ്ടാണ് ക്യാബേജ്, കോളിഫ്ലവർ, കപ്പ, സോയാബീൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് അവോയ്ഡ് ചെയ്യാൻ പറയും. പിന്നെ ഈ പറഞ്ഞതുപോലെ എങ്ങനെയായാലും ഹോർമോണൽ റീപ്ലേസ്മെന്റ് തെറാപ്പി വേണം. ചില പ്രാണായാമങ്ങളൊക്കെ ഈ തൈറോയിഡിന് വളരെ ഇഫക്റ്റീവ് ആണ്. നമ്മളുടെ ഗ്രന്ഥിയെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വിധത്തിലൊക്കെ നമുക്ക് ലോ ആണെങ്കിൽ നമുക്കത് ഇത് ചെയ്യാൻ സാധിക്കും. ഹൈപ്പോ തൈറോയിഡിസവും വൈറ്റമിൻ ഡിയുമായിട്ട് നല്ല ബന്ധമുണ്ട്. ചില വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയി ഉള്ളവർക്കും ചില ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളുമാണ് എനിക്ക് തോന്നുന്നു. മാഡം, ഒരു ക്വസ്റ്റ്യന് പകലും രാത്രി അല്ല, ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഞാൻ കാണുന്നു, പകലും രാത്രി ഒരുപോലെ വെള്ളം കുടിക്കാൻ പറ്റുമോ എന്ന്. രാത്രി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂറിനേഷൻ ഇടയ്ക്കിടയ്ക്ക് തടസ്സമാകും. സോ കഴിവതും വെള്ളം പകൽ കുടിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 7 കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് യൂറിനേഷന് വേണ്ടി എഴുന്നേക്കേണ്ടി വരും. അപ്പം നമ്മുടെ ഉറക്കത്തെ അത് ഡിസ്റ്റർബ് ചെയ്യും. നമ്മുടെ 8 മണിക്കൂറുള്ള ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ രാത്രിയിലുള്ള ഒത്തിരി വെള്ളം കൂടി കുറയ്ക്കുന്നതായിരിക്കും. അത്യാവശ്യത്തിന് കുടിക്കാം. അമിതമായ രാത്രിയിലത്തെ വെള്ളം പകലുള്ള എല്ലാ മണിക്കൂർ, അതുപോലെ അറ്റ് എ ടൈം 1 ലിറ്റർ വെള്ളം കുടിക്കുന്നതിന് പകരം എല്ലാ മണിക്കൂറിലും ഓരോ ഗ്ലാസ് വെള്ളം വീതം കുടിക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്ട് യുവർ കിഡ്നി, ഇറ്റ് ഈസ് ഗോയിങ് ടു ലോഡ് ഓൺ യുവർ കിഡ്നി. അതുകൊണ്ട് എല്ലാ മണിക്കൂറിലും പകലുള്ള സമയത്ത് ധാരാളം വെള്ളം കുടിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. ഇത്രയും വൈകിയ വേളയിലും ഞങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കും ഇത്രയും ക്ഷമയോടെ ഞങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരുന്നതിന്, ഞങ്ങൾക്ക് ചിന്തിക്കാൻ ഒതുങ്ങുന്ന ഒരുപാട് ആശയങ്ങൾ ഞങ്ങളിലേക്ക് പകർന്നു തന്നതിന് ഒരുപാട് നന്ദി പറയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്ക് ഒഫീഷ്യലി അതിന്റെ കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ അതിനു വേണ്ടിയിട്ട് ലെറ്റ് മീ ഇൻവൈറ്റ് നബീൽ ഫ്രം സോഷ്യൽ സയൻസ് ഫോർ ഡെലിവറിംഗ് ദ വോട്ട് ഓഫ് സയൻസ്. ഗുഡ് ഈവനിങ് ടു ഓൾ. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓഡിയബിൾ അല്ലേ? ഓക്കെ, നമുക്കറിയാം അപ്പോ നമുക്കറിയാം ഏതായാലും ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഈ ദേവകിയമ്മ ടീച്ചർ എഡ്യൂക്കേഷൻ ട്രെയിനിങ് കോളേജും അവരുടെ ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലിന്റെ കീഴിൽ നടത്തിയ ഈ രുചിയും ആരോഗ്യം എന്നുള്ള പരിപാടിയിലേക്ക് നമുക്ക് വളരെയധികം ഇതിനെക്കുറിച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ജീവിത രീതിയും നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളും പ്രത്യേകിച്ചും ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്ത നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ തോമസ് മാമിന് വളരെയധികം നന്ദി കോളേജിന്റെ ഭാഗത്ത് നിന്ന്. അതുപോലെ ഓഡിയോ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അതുപോലെ നമ്മുടെ ഏറ്റവും ആദരണീയനായ നമ്മുടെ കോളേജ് മാനേജിംഗ് ട്രസ്റ്റി പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ, അദ്ദേഹത്തിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട പ്രജീഷ് സാർ, അധ്യക്ഷത വഹിച്ച നമ്മുടെ പ്രിൻസിപ്പൽ അനിൽകുമാർ സാർ,
പിന്നെ അതിലുപരി ഈ ഒരു പരിപാടി അത് മനോഹരമായി നിയന്ത്രിച്ച പ്രിയ സുഹൃത്ത് അമൃത, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.